Hi, hello, and welcome to IAS Factor. നമുക്ക് ഇന്ന് ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസ് ചെക്ക് ചെയ്യാം. ആൻഡ് ദ ഡേറ്റ് ടുഡേ ഇസ് നവംബർ 26th ന്യൂസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 27 വാർത്ത ഇന്ന് വൈകുന്നേരം നിങ്ങൾക്ക് 6:30 ശേഷം ഇത് കാണാൻ പറ്റും. സോ എല്ലാം നമ്മൾ കറക്റ്റ് പേസിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ മിസ്സായി പോർക്ക് ഇത് കാണാൻ പറ്റും. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോണ്ടന്റ്. ഇന്നും ഇലക്ഷൻ്റെ കുറേ ഹാങ് ഓവർ മാറിയിട്ടില്ല. കാരണം ഇത്ര നാൾ ഇലക്ഷൻ എങ്ങനെ നടക്കും എന്നുള്ളൊരു ചോദ്യമായിരുന്നു. ഇനിയിപ്പോൾ ഇലക്ഷൻ നടന്നാലും എങ്ങനെയാണ് ഇലക്ഷൻ്റെ ആഫ്റ്റർ ഇമ്പാക്ട് എന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്ന കുറേ ആർട്ടിക്കിൾസ് ഉണ്ട്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്പർ 26 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ദിവസം കൂടാണ്. പ്രിയാമ്പിളിനെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചോളം നമ്മുടെ പ്രിയാമ്പിളിൽ തന്നെ ഉണ്ടല്ലോ, ഇൻ ദിസ് ഡേ നവംബർ 26, 1949 വി ഡു ഹിയർ ബൈ enact and adapt and gives to ourselves this constitution എന്ന് പറഞ്ഞു. അപ്പം കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടി വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടെ ആയതുകൊണ്ടും ഇന്ന് അതിനെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ, കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വാർത്തകളുണ്ട്. അപ്പോൾ ഇലക്ഷൻ ന്യൂസ് നമുക്ക് മിസ് ഔട്ട് ചെയ്യാം. വിൽ ജസ്റ്റ് മൂവ് ഹെഡ് വിത്ത് ദി ഇലക്ഷൻ ന്യൂസ്. ബീഹാർ മോഡൽ ഇത് ഇലക്ഷൻ മാറി. ഹൗസിൽ നമ്മുടെ പാർലമെന്റ് വിന്റർ സെഷൻ ഓഫ് പാർലമെന്റ് നടക്കുകയാണ്. അപ്പോൾ അവിടെയും പ്രധാന ചർച്ച എന്ന് പറയുന്നത് മണിപ്പൂർ ആയിരുന്നു പ്രധാന ചർച്ച. പക്ഷേ ഇപ്പോൾ പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് നൗ ബിക്കം അദാനി. അദാനിയുടെ ഇമ്പാക്റ്റ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. കാരണം ഷെയർ മാർക്കറ്റിലാണെങ്കിലും എക്കോണമിയിലാണെങ്കിലും മറ്റ് സ്റ്റേറ്റ്സിന്റെ റിലേഷനിലാണെങ്കിലും അദാനി വരാത്ത ഒരു ഡയമെൻഷൻ ഇല്ല. എല്ലാത്തിലും അദാനിയുടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അത് ബിസിനസ് പേജിൽ എക്കണോമിക്സ് പേജിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. So this might seem a very small news, but this has a very important thing. After climate talks, climate talks initiation, the gather to I know a treaty to curb plastics. നമ്മളിപ്പോൾ കഴിഞ്ഞ കുറേ നാളായിട്ട് COP29 ഡെവലപ്പിംഗ് കൺട്രീസ് ഡിബേറ്റ് ഒക്കെ പഠിക്കുന്നുണ്ട്. NCQG ന്യൂ കളക്റ്റീവ് ക്വാണ്ടിഫൈഡ് ഗോൾ ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിലും ബക്കു അസർബൈജാനിൽ ഇങ്ങനത്തെ മീറ്റിംഗ് നടക്കുന്നു. പക്ഷെ അതിൻ്റെ എഗെയിൻസ്റ്റ് ബാക്ക് ഡ്രോപ്പിൽ ദർ ഇസ് വൺ മോർ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ക്ലൈമറ്റ് ടോക്സ് സംസാരിക്കുന്ന പോലെ തന്നെ ദർ ഇസ് എൻ ഇന്റർനാഷണൽ ട്രീറ്റി. ഹൗ ആർ വി ഗോയിങ് ടു ക്രിയേറ്റ് എ ട്രീറ്റി ഫോർ പ്ലാസ്റ്റിക് യൂസ്? നമ്മൾ പ്ലാസ്റ്റിക് യൂസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ? പൊല്യൂഷനും പ്ലാസ്റ്റിക്കും ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ബാൻ. അപ്പോൾ ഈ എന്താണ് ഈ പ്ലാസ്റ്റിക്കിന് വേണ്ടിയുള്ള ഇന്റർനാഷണൽ ട്രീറ്റി? സോ ലെറ്റ്സ് ഹാവ് എ ന്യൂ ഐഡിയ. ഇതാണ്. ഇറ്റ് ഇസ് ആക്ച്വലി called INC. Very, very important. Please mark INC. Intergovernmental Negotiations Committee. United Nations UNEA ഉണ്ട്. Very important. I don't think കേട്ടിട്ടുണ്ടോ നിങ്ങൾ? UNEA, United Nations Environmental Assembly ആണത്. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റൽ അസംബ്ലിയുടെ ഭാഗമായിട്ട് INC ഇന്റർഗവൺമെന്റൽ നെഗോസിയേഷൻ കമ്മിറ്റി ഉണ്ട്. സോ ഇത് പ്ലാസ്റ്റിക്കിന് വേണ്ടിയുള്ള, അതായത് end plastic pollution and the production of plastic production completely നിർത്താൻ മാത്രമല്ല അതിൻ്റെ ഹാംഫുൾ ഇമ്പാക്റ്റ് തടയാൻ വേണ്ടിയുള്ള, ഇപ്പോൾ എല്ലാത്തിനും ഓരോ ട്രീറ്റി ഉള്ള പോലെ പ്ലാസ്റ്റിക്കിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ടതാണ് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് അസംബ്ലി. അതേപോലെ റിമെമ്പർ ഇന്റർ ഗവൺമെന്റൽ നെഗോസിയേഷൻസ് കമ്മിറ്റി ഉണ്ട്. അപ്പോൾ ഈ INC പല വേർഷനായിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ G20 ഒക്കെ നടക്കുന്ന പോലെ. ഇപ്പോൾ ആദ്യത്തെ INC 1 എന്ന് പറയുന്നത് ഐ തിങ്ക് ഇറ്റ് ഹാപ്പൻഡ് ഇൻ ഉറുഗ്വേയിലാണത് നടന്നത്. അതേപോലെ 2022 അത് ഉറുഗ്വേയിൽ നടന്നു. ഇന്നിപ്പോൾ INC ഇന്റർ ഗവൺമെന്റൽ നെഗോസിയേഷൻസ് കമ്മിറ്റി INC 5 നടക്കുന്നുണ്ട്. അത് കൊറിയയിലെ ബുസാനിലാണ് നടക്കുന്നത്, സൗത്ത് കൊറിയയിലെ ബുസാനിലാണ് നടക്കുന്നത്. അപ്പോൾ അതും നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും ഇന്റർനാഷണലി പ്ലാസ്റ്റിക്കിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംഭവം കൂടെ ഇവിടെ വരുന്നുണ്ട്. സോ പ്ലീസ് റിമെമ്പർ, ഈ വാക്കുകൾ ഓർത്ത് വയ്ക്കുക. INC ആൻഡ് യുണൈറ്റഡ് നേഷൻസ്. ഇനി നാഷണൽ പേജിൽ പോകുമ്പോഴും I'll show you this. നാഷണൽ പേജിൻ്റെ ഇവിടെയും നമുക്ക് ആ വാർത്തയുണ്ട്. യെസ്, ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവിടെ കിടപ്പുണ്ടത്. കാരണം ബുസാൻ നെഗോസിയേഷൻസ് ടു പ്രൂവ് സക്സസ്ഫുൾ. നെക്സ്റ്റ് ഇയർ വിൽ സീ എ കൺവെൻഷൻ ഫോർ മിനിസ്റ്റേഴ്സ് ഫ്രം സിഗ്നറ്ററി നേഷൻസ് വിൽ അഡോപ്റ്റ് ദ പീരിയോഡിക് മീറ്റിംഗ്സ് ലൈക്ക് ദ COP പോലെ തന്നെ പ്ലാസ്റ്റിക്കിന് വേണ്ടിയുള്ള കോൺഫറൻസ് ഓഫ് പാർട്ടീസ് പോലെ തന്നെ പ്ലാസ്റ്റിക്കിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട സംഭവം കൊണ്ടുവരുന്നതാണ് ഇവിടെ പറയുന്നത്. സോ ഇതിൽ പറയുന്നുണ്ട് ഹിസ്റ്റോറിക് Paris Agreement of 2015 where world finally had to limit emissions to keep temperatures from reaching 2 degrees Celsius. 21 വർഷം കാത്തിരുന്നിട്ടാണ് അങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ടായത്. അതുകൊണ്ട് ഇനി നമുക്ക് 10-20 വർഷം കാത്തിരുന്നിട്ട് പ്ലാസ്റ്റിക്കിന്റെ ഒരു നിയമം കൊണ്ടുവരാനുള്ള സമയമൊന്നും നമുക്കില്ല. സോ വിൽ ആക്ട് ഇമ്മീഡിയറ്റ്ലി. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ഇത് പറയുന്നുണ്ട് പ്ലാസ്റ്റിക് പൊല്യൂഷൻ വളരെ സീരിയസ് ആണ്. സോ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. പ്രൊഹിബിറ്റിംഗ് സർട്ടൺ പ്ലാസ്റ്റിക്. ഇന്ത്യ ഹാസ് ബാൻ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് സിൻസ് 2022. അപ്പോൾ ഇന്ത്യ അത് ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ തുടക്കം തൊട്ട് അതിന്റെ ബേസിക് ആയിട്ടുള്ള പൊല്യൂഷൻ ആസ്പെക്റ്റും ഏതൊക്കെ തരം പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കാം എന്നുള്ളതൊക്കെയാണ് ഇവിടെ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇങ്ങനൊരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്. സോ പ്ലീസ് റിമെമ്പർ INC ഇപ്രാവശ്യം ബുസാനിലാണ്, ആദ്യത്തെ പ്രാവശ്യം അത് ഇവിടെയാണ് നടന്നത്.
സോ ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോണ്ടന്റ്. ആൻഡ് ഫ്രണ്ട് പേജിൽ മേജർ ആയിട്ടുള്ള വാർത്തകൾ ഇത്ര തന്നെ ഉള്ളൂ. ആൻഡ് നമ്മൾ റീജിയണൽ പേജിലും അല്ലെങ്കിൽ സ്റ്റേറ്റ് പേജിലേക്ക് കടക്കട്ടെ. യെസ്, പരസ്യവും കാര്യങ്ങളും മാറ്റിയിട്ട് നമുക്ക് നാഷണൽ പേജിൽ, നമുക്ക് സ്റ്റേറ്റ് പേജിൽ നമുക്ക് ആവശ്യമുള്ള പൊളിറ്റിക്കൽ വാർത്തകളല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? യെസ്, സുപ്രീം കോടതിൻ്റെയും മറ്റേ ഇതിൻ്റെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഇലക്ഷൻ്റെ UP വഖഫ് ബോർഡ് ബിൽഡിംഗ്, സ്റ്റാലിൻ, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിപ്പോൾ തമിഴ്നാട് ഓൾറെഡി പറഞ്ഞതാണ്. ഇപ്പോൾ പല സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും ഇത് എൻഡോർസ് ചെയ്യുന്നുണ്ട്. നോ കൊമേഴ്ഷ്യൽ ലിങ്ക് ടു അദാനി. ഇപ്പൊ അവർ പറയുന്നത് ഓൾറെഡി പല സ്റ്റേറ്റ്സും അദാനിയുടെ ഇൻവെസ്റ്റ്മെന്റ്സ്, അദാനിയുടെ പല രൂപത്തിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഇപ്പൊ ഏതോ സ്റ്റേറ്റിൽ രാജസ്ഥാൻ ഗവൺമെന്റിന് വേണ്ടി പ്രധാനപ്പെട്ട ഏതൊക്കെയോ എഗ്രിമെന്റുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് അദാനി കമ്പനിയാണ്. അത് അവർക്ക് ടെൻഡർ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ മിക്കവാറും സ്റ്റേറ്റുകളിൽ ഏതെങ്കിലും രൂപത്തിൽ അദാനിയുടെ പ്രൊജക്ട്സ് ആയിട്ട് എല്ലാവർക്കും ബന്ധമുണ്ട്. Now it is the time of the Tamil Nadu Chief Minister Stalin who says that we have no commercial link with Adani Group. അപ്പൊ അത് അവർ റീറ്ററേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെ പല സ്റ്റേറ്റും ഇപ്പൊ മുന്നോട്ട് വരുന്നുണ്ട്, ഞങ്ങൾക്ക് അദാനിയായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് എക്സ്റ്റൻസ് ബാൻ ഓൺ ഉൽഫ. അഗെയിൻ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ബാൻ കൊണ്ടുവരാറുണ്ട് ഏജൻസിയിൽ. ഉൽഫ എന്ന് പറയുന്നത് യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസാം ഫോർ 5 years ഫോർ കണ്ടിന്യൂയിങ് ടു വർക്ക് വിത്ത് ദ സെക്സീഡ് അസാം ഫ്രം ഇന്ത്യ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഉൽഫ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ട്. ഇത് നമ്മുടെ ഇന്റേണൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ മിലിറ്റന്റ് ഇൻസർജൻസിക്ക് നമുക്ക് പഠിക്കേണ്ട ഒരു ടോപ്പിക്കും കൂടാണ്. അസാം യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസാം. നമുക്ക് ഓൾറെഡി അറിയാം, നമ്മുടെ ഇന്ത്യൻ സ്റ്റേറ്റ്സിന് ദേ കനോട്ട് സക്സീഡ് അവേ ഫ്രം ദ ഇന്ത്യൻ യൂണിയൻ. ഇപ്പൊ നമ്മളൊരു ഒറ്റ യൂണിയൻ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അതിലൊക്കെ ഇപ്പൊ ഉദാഹരണം കേരള ഉണ്ടെന്ന് വിചാരിച്ചോ. കേരളയ്ക്ക് ഞങ്ങൾ പറയാണ് കേരള പറയാണ് ഞങ്ങൾ നാളെ തൊട്ട് ഇന്ത്യയിലില്ല, ഞങ്ങൾ ഇന്ത്യയുടെ അംഗങ്ങളല്ല, ഞങ്ങൾ മാറി ഇപ്പുറത്ത് പോയി ഞങ്ങൾ ശ്രീലങ്കയുടെ ഭാഗമോ അല്ലെങ്കിൽ ഞങ്ങൾ കേരള എന്ന് പറഞ്ഞ പുതിയ രാജ്യം ഉണ്ടാക്കാൻ പോവാണ്. അങ്ങനെ വിട്ടുമാറി സക്സീഡ് ചെയ്യാനൊന്നും പറ്റുമൊന്നുമില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ദാറ്റ്സ് എ ബിഗ് ക്രൈം. അപ്പൊ ഈ അസാമിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് ഉൽഫ എന്ന് പറയുന്നത്. 90കളിലാണ് ആദ്യം ഇവരെ ബാൻ ചെയ്യുന്നത്. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഇവരിങ്ങനെ ബാൻ ചെയ്തുകൊണ്ടിരിക്കും. ഇവരുടെ പ്രധാനപ്പെട്ട അജണ്ട ആദ്യകാലത്ത് ഇതായിരുന്നു, അസാമിനെ ഇന്ത്യയിൽ നിന്നും മാറ്റി കൊണ്ടുപോവുക, അസാമിന് വേറൊരു സ്റ്റാറ്റസ് നേടിക്കൊടുക്കുക. സംതിങ് ദിസ് ഇസ് ഓൾമോസ്റ്റ് വെരി സിമിലർ ടു ഖാലിസ്ഥാനി മൂവ്മെന്റ്. ഖാലിസ്ഥാൻകാരും ഇത് തന്നെയാണ് പ്രധാനമായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതും കുറച്ച് വളരെയധികം സിമിലർ ആണ് ആ കാര്യത്തിൽ. അപ്പൊ ഉൽഫ എന്താണെന്നും കൂടെ ഒന്ന് അറിഞ്ഞു വെച്ചോളൂ. ആൻഡ് again let me bring into attention this case, Balwant Rajavna mercy plea. വേറൊന്നുമല്ല, സുപ്രീം കോർട്ട് adjourns കേസ് by 4 weeks. ഇത് പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഓൾറെഡി രജൗന എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഇതിന്റെ കേസിന്റെ കഥ പറഞ്ഞുതരാം. ഇതിന്റെ രജൗന എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ ഇവിടെ സുപ്രീം കോടതിയുണ്ട്. ഇവിടെ ഇപ്പുറത്തെ സൈഡിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ ഓഫീസ് ഉണ്ട്, പ്രസിഡന്റ്സ് ഓഫീസ് ഉണ്ട്. അപ്പൊ ഇതിൽ പ്രധാന കഥ എന്ന് പറയുന്നത്, ഈ കാണുന്ന ബൽവന്ത് റായ് രജൗന എന്ന് പറഞ്ഞ പഴയ ഒരു കോൺസ്റ്റബിൾ ആയിരുന്നു പഞ്ചാബ് പോലീസിലെ. ഇദ്ദേഹം എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് അന്നത്തെ പഞ്ചാബ് ചീഫ് മിനിസ്റ്റർ ആയിരുന്ന BN സിംഗിനെ അസാസിനേറ്റ് ചെയ്തത്. അപ്പൊ അതിന്റെ ചാർജ്, അവിടുത്തെ ചീഫ് മിനിസ്റ്ററിനെ അസാസിനേറ്റ് ചെയ്ത ചാർജിൽ ബൽവന്ത് രജൗനയ്ക്കെതിരെ കേസ് എടുത്തു. 95ലാണ് ഇത് നടക്കുന്നതെന്ന് തോന്നുന്നു. 95ലാണ് ചീഫ് മിനിസ്റ്ററിനെ അസാസിനേറ്റ് ചെയ്യുന്നത്. ഇമ്മീഡിയറ്റ്ലി അറസ്റ്റ് ചെയ്തു. അറസ്റ്റിന് ശേഷം 2007 ബൽവന്ത് രജൗനന് ഡെത്ത് സെന്റൻസ് കൊടുത്തു, തൂക്കിലേറ്റാനുള്ള സെന്റൻസ് കൊടുത്തു. പക്ഷെ 2007 അവിടെ ഡെത്ത് സെന്റൻസ് കൊടുത്തതിന് ശേഷം ഇന്ന് 2024 ഈ ബൽവന്ത് രജൗന ഇപ്പോഴും എത്രയോ വർഷം സോളിറ്ററി കൺഫൈൻമെന്റ്. ഈ സോളിറ്ററി കൺഫൈൻമെന്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താ പറയുക, സോളിറ്ററി കൺഫൈൻമെന്റിന് ഏകാന്ത തടവെന്ന് പറയുന്ന ഓൾമോസ്റ്റ് ഒരു മുറിക്കകത്ത് ആരും ഉണ്ടാവില്ല, നമ്മൾ മാത്രം, ഇങ്ങനെ ലൈറ്റ് പോലും ഇല്ലാത്ത, അത് ശരിക്കും ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആണെന്നൊക്കെ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ജയിലിനകത്തും ഇവർക്ക് കൺവിക്സിനും റൈറ്റ്സ് ഉണ്ട്, ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് ഈ ഇരുട്ടടച്ച മുറിയിലൊക്കെ എത്രയോ കൊല്ലം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇമോഷണലി മെന്റലി ഒക്കെ നമ്മൾ തകർന്നു പോകുന്നില്ലേ. അപ്പൊ അങ്ങനത്തെ ഒരു മെന്റൽ സിസ്റ്റത്തിനാണ് ഇവരത്. ഈ ഇത്രയും വർഷം 2024 കഴിഞ്ഞിട്ടും അന്ന് കൊടുത്ത മരണശിക്ഷ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. അപ്പൊ ഇതിന്റെ ഇടയിൽ ഈ ബൽവന്ത് രജൗനയുടെ വക്കീല് പ്രസിഡന്റ്സ് ഓഫീസിൽ കത്ത് കൊടുത്തിരുന്നു. അതായത് ക്ലെമൻസി പെറ്റീഷൻ അല്ലെങ്കിൽ മേഴ്സി പെറ്റീഷൻ, ഈ ദയാഹർജി, പ്രസിഡന്റിന് ദയാഹർജി കൊടുക്കില്ലേ, അത് കൊടുത്തിട്ട് ഇപ്പോഴും തീരുമാനമൊന്നുമില്ല. അപ്പൊ സുപ്രീം കോടതി ഇടപെട്ടിട്ട് പറയുകയാണ്, ഇപ്പോൾ പ്രസിഡന്റ്സ് ഓഫീസിലേക്ക് സുപ്രീം കോടതി പറയുന്നുണ്ട്, നിങ്ങൾ ഏതെങ്കിലും ഒരു തീരുമാനം ഇതിനെടുക്കണം, ഇയാളെ കൊല്ലണോ അല്ലെങ്കിൽ ഇയാളെ ജയിലിലിടണോ. ഇദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റ് വാദിക്കുന്നത് ഇദ്ദേഹത്തിന് ലൈഫ് ജീവപര്യന്തം അല്ലെങ്കിൽ ലൈഫ് ഇംപ്രിസൺമെന്റ് കൊടുത്താൽ മതി, കൊല്ലണ്ടെന്നാണ് പറയുന്നത്. ഇത്രയും വർഷം ഇദ്ദേഹം മരണം കാത്തിരുന്നു. ഇന്ന് കൊല്ലും നാളെ കൊല്ലും എന്ന് വിചാരിച്ച് കാത്തിരുന്നതിനെക്കാട്ടും വലിയ ഹ്യൂമൻ റൈറ്റ്സ് ശിക്ഷ ഇല്ല എന്നാണ് പറയുന്നത്. കാരണം അതും വലിയൊരു പെയിനാണ്. ഇന്ന് കൊല്ലും നാളെ കൊല്ലും എന്ന് പറഞ്ഞപ്പോൾ വർഷം എത്രയോ കഴിഞ്ഞു. അപ്പൊ പ്രസിഡന്റ്സ് ഓഫീസിന്റെ അടുത്ത് സുപ്രീം കോടതി പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക്
നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? ഡയറക്റ്റ് ചെയ്യാൻ പറ്റും ഓഫീസിൽ, എത്രയും പെട്ടെന്ന് ഇതൊരു തീരുമാനം എടുക്കണം. അപ്പോൾ അവിടെ നിന്ന് സെൻട്രൽ ഗവൺമെന്റ് എടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഇതാണ്. അതായത് ഞങ്ങൾക്ക് ഇയാളെ കുറിച്ച് കുറച്ചുകൂടെ പഠിക്കാൻ ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ഇയാൾ ഖാലിസ്ഥാനിന്റെ ഒക്കെ കാര്യത്തിലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരാളെ നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ ഖാലിസ്ഥാനി പ്രശ്നം ഓൾറെഡി ഇന്ത്യയുടെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കാനഡയായിട്ട്. അപ്പോൾ ഇത് വളരെ ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ്. അപ്പോൾ സുപ്രീം കോടതി 4 ആഴ്ച സമയം കൊടുത്ത് പെട്ടെന്ന് തന്നെ ഇത് തീരുമാനിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു കേസ്, നമ്മൾ ഇങ്ങനത്തെ കേസുകൾ വരുമ്പോൾ എപ്പോഴും അവെയർ ആയിരിക്കണം ജുഡീഷ്യറി. സോ ഒരു കാര്യം പറയാൻ മറന്നുപോയി. സോ യു ഷുഡ് ബി നോയിങ് അബൌട്ട് വാട്ട് ഈസ് ആർട്ടിക്കിൾ 72 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് ആർട്ടിക്കിൾ 72 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? പ്രസിഡന്റിന് മേഴ്സി പെറ്റീഷൻ അല്ലെങ്കിൽ ക്ലെമൻസി പെറ്റീഷൻ, ദയാഹർജിയൊക്കെ കൊടുക്കുമ്പോൾ പ്രസിഡന്റിന് ഒരാളുടെ ശിക്ഷ കുറയ്ക്കാനുള്ള അധികാരമില്ലേ? സോ ദിസ് ബ്രിങ്സ് us ടു ദ ലാർജർ ക്വസ്റ്റ്യൻ ഓഫ് പോളിറ്റി. ദ പാർഡനിങ് പവേഴ്സ് ഓഫ് പ്രസിഡന്റ് നല്ലോണം പഠിച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഗവർണറിന്റെ പാർഡനിങ് പവറും പ്രസിഡന്റിന്റെ പാർഡനിങ് പവറും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സോ ഇങ്ങനത്തെ ന്യൂസ് വരുമ്പോഴാണല്ലോ നമ്മൾ ബാക്ക് ടു ബുക്കിൽ പോയിട്ട് നമ്മൾ പഠിക്കേണ്ടത്. പ്രസിഡന്റ് പാർഡനിങ് പവർ എന്താ, എന്തൊക്കെയുണ്ട്, റെപ്രീവ്, റെസ്പൈറ്റ്, റെമിഷൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ അത് ഏതൊക്കെയാണ് പ്രസിഡന്റ്, ഏതൊക്കെ ഗവർണറിനും ഉണ്ട് എന്നുള്ളതും കൂടെ നിങ്ങൾ ആ കോണ്ടെക്സ്റ്റും കൂടെ നന്നായി മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അത്രയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വാർത്ത. പിന്നെ ഇതാണ്ട കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ഗ്രീറ്റിംഗ്സ് ടു ഓൾ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആണ് 26 നവംബർ 2024. നമ്മൾ അന്ന് 26 നവംബർ 1949 ഇത് അഡാപ്റ്റ് ചെയ്ത് 1950 തൊട്ട് നമ്മളിത് ആചരിച്ചു വരുന്നു. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേ ആണ്. അപ്പോൾ അത് ആ ഡേറ്റ് ഓർത്ത് വെക്കുക. അതുകൊണ്ടാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. സോ ഇത് ഇനിയും ഒരു ആർട്ടിക്കിൾ തന്നെയാണ്. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് സുബ്രഹ്മണ്യ സ്വാമിയും ബിനോയ് വിശ്വം ഒക്കെ കേസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രിയാമ്പിളിൽ സെക്യുലർ, സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന വാക്കുകൾ ഉണ്ടായിരുന്നില്ല. 1976 1976 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് വഴിയാണ് ഇത് കൊണ്ടുവരുന്നത്. ഈ 42ാമത്തെ അമെൻമെന്റ് വഴിയാണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പൊ ഇത് ശരിക്കും ഇത് കൊണ്ടുവന്നത് മാത്രമല്ല, അവരൊരു കാര്യം ചെയ്തത് 1949 തൊട്ട് കോൺസ്റ്റിറ്റ്യൂഷന്റെ കാര്യങ്ങളൊക്കെ ആക്റ്റീവായി വരുന്ന സമയത്ത് ഇവർ ഈ നിയമം കൊണ്ടുവന്ന് ആദ്യം പ്രിയാമ്പിൾ ഇതാണല്ലോ. നിങ്ങൾ പ്രിയാമ്പിൾ ശരിക്കും അറിഞ്ഞു വെക്കണം കേട്ടോ. നാളെ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ വേണമെങ്കിൽ ഇന്റർവ്യൂവിൽ വേണമെങ്കിൽ വെറുതെ ചോദിച്ചാലോ, ഐ യു അവെയർ ഓഫ് ഇന്ത്യൻ പ്രിയാമ്പിൾ എന്ന് ചോദിച്ചാൽ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure all its citizens justice. അപ്പോൾ ഇത് നമ്മൾ കാണാതെ നോക്കിയിരുന്ന നല്ലതാണ്. അപ്പൊ ഇതിൽ പറയുന്നത് ഈ 76 സെക്യുലറും സോഷ്യലിസ്റ്റ് എന്ന വാക്ക് കൊണ്ടുവന്നിട്ട് റെട്രോസ്പെക്റ്റീവ്ലി ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇപ്പോൾ കേസ് പറഞ്ഞത്, റെട്രോസ്പെക്റ്റീവ്ലി. സോ റെട്രോസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ ഇത് 1949 തൊട്ടേ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ അസ്യൂം ചെയ്ത് മുന്നോട്ട് പോകണം കേസുകളൊക്കെ എടുക്കുമ്പോൾ. സംഭവം 76 കൊണ്ടുവന്നത്, 49 ഇതില്ല. പക്ഷെ നമ്മൾ റെട്രോസ്പെക്റ്റീവ്ലി അപ്ലൈ ചെയ്യുമ്പോൾ ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന അന്ന് തൊട്ട് ഇങ്ങനെ ഇത് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ അസ്യൂം ചെയ്ത് വേണം ഇനി അങ്ങോട്ട് പോകാൻ. അപ്പൊ ഇതിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് സംഭവങ്ങൾ ചർച്ച നടക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ തന്നെ പറയുന്നുണ്ട് പ്രിയാമ്പിളൊക്കെ എടുത്ത് കളയണം. ഈ സോഷ്യലിസ്റ്റ് സെക്യുലർ ശരിയല്ല. സോഷ്യലിസ്റ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോഷ്യലിസം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് ശരിയല്ല. കാരണം അത് പ്രൈവറ്റ് സെക്ടറിനെ ഭയങ്കരമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിക് സിസ്റ്റത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട് നമ്മുടെ. അപ്പൊ ഇവിടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും പറയുന്നുണ്ട് നമ്മുടെ സെക്യുലറിസം, നമ്മുടെ സോഷ്യലിസം ഒന്നും ഇവർ ഈ പറയുന്ന പോലെയൊന്നും അല്ല. നമുക്ക് സോഷ്യലിസം ഉണ്ടായിട്ടും ഗവൺമെന്റ് മാത്രമാണ് അവിടെ ഓൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് മാത്രമാണ് അവിടെ കാര്യങ്ങൾ. നമുക്ക് ഇന്ത്യയിൽ പ്രൈവറ്റ് സെക്ടർ അത്രയും സ്ട്രോങ് ആയില്ലേ? പണ്ടൊരു കാലത്ത് നമുക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നൊരു കാലത്ത് പ്രൈവറ്റ് സെക്ടർ വളരെ സ്ട്രോങ് അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടുവരണ്ട. ഇങ്ങനത്തെ ചർച്ച ഉണ്ടെങ്കിലും ചീഫ് ജസ്റ്റിസ് ഖന്നയാണ് പറഞ്ഞത് ഇത് ചലഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ദി അപ്പെക്സ് കോർട്ട് സെഡ് ഇൻ ദ 7 pages that it's not worth a detailed adjudication as the flaws in the petitioner's argument were manifest. So the court held that preamble was an inalienable part of the constitution. Again സുപ്രീം കോടതി ഇപ്പോഴും പറയുന്നു പ്രിയാമ്പിൾ അങ്ങനെ മാറ്റാൻ പറ്റില്ല. പ്രിയാമ്പിൾ is inalienable part. പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ അത്രയും പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ്. സോ പാർലമെന്റ് had unquestionable power to amend the constitution. Its amending extend to the preamble. The court confirmed the retrospective amount. ഇത് ഇനി അടുത്തൊരു കാര്യം പ്രധാനപ്പെട്ട നോക്കേണ്ടത്, was not sure about what secularism until the court said the nation has developed. ഈ സെക്യുലറിസം സോഷ്യലിസത്തിന്റെ എക്സാക്ട് മീനിങ് എന്താണെന്ന് കോടതി പറയുന്നുണ്ട്. എക്സാക്ട് മീനിങ് എന്താണെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇത്രയും വർഷം കൊണ്ട് ഈ സെക്യുലർ സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന വാക്ക് അതിൻ്റെതായ അർത്ഥം സ്വന്തമായി കണ്ടെത്തി കഴിഞ്ഞു ഇന്ത്യയിൽ ഇത്രയും വർഷം കഴിഞ്ഞിട്ട്. ഇതാണ് സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. ആൻഡ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ നിങ്ങൾ പറയുന്നുണ്ട്. സോ യു ഷുഡ് നോ ദാറ്റ് ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻ റിഗാർഡിംഗ് ദാറ്റ് പ്രിയാമ്പിൾ. ഡെഫിനറ്റ്ലി ഇവിടെ രണ്ട് കാര്യങ്ങളോട് മനസ്സിലാക്കണം. ഇവിടെ പ്രിയാമ്പിൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഈ പ്രിയാമ്പിളിനെ നമുക്ക് മാറ്റാൻ പറ്റുമോ അല്ലെങ്കിൽ അമെൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് പറയുന്നുണ്ട്. സോ അമെൻഡ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി
ആർട്ടിക്കിൾ 368 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്, എങ്ങനെയൊക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് കൊണ്ടുവരാൻ പറ്റും, അമെൻമെന്റ് സെൻസ് പാർലമെന്റ് ഭേദഗതി കൊണ്ടുവരാൻ പറ്റും, മാറ്റാൻ പറ്റും. അപ്പൊ ഈ ആർട്ടിക്കിൾ 368 അമെൻമെന്റ് ഉണ്ട്. ഇതേപോലെ പാർലമെന്റിന് വേണമെങ്കിൽ പ്രിയാമ്പിൾ, പാർലമെന്റിന് പവർ ഉണ്ട്, പാർലമെന്റിന് അതിൻ്റെതായ പവർ ഉണ്ട്, വേണമെങ്കിൽ പ്രിയാമ്പിളിനെ അമെൻഡ് ചെയ്യാം. പക്ഷേ അവിടെ ഒരു കാര്യം പറയുന്നത്, ഇതൊക്കെ ഞങ്ങൾ സമ്മതിക്കുന്നു, പാർലമെന്റിന് 368 ഉപയോഗിച്ചോ അല്ലാതെ ഒക്കെ പ്രിയാമ്പിളിനെ അമെൻഡ് ചെയ്തോളൂ, അമെൻഡ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷേ ഇറ്റ് ഷുഡ് നോട്ട് വയലേറ്റ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. നിങ്ങൾക്ക് എന്ത് മാറ്റം വേണോ കൊണ്ടുവരാം, പക്ഷേ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് ഓൾട്ടർ ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ പാടില്ല. സോ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് 1973 പ്രധാനപ്പെട്ട കേസ്, കേശവാനന്ദ ഭാരതിയുടെ കേസ്. ഇതൊക്കെ ഇന്ത്യൻ പോളിറ്റിയിൽ നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ്. ബേസിക് സ്ട്രക്ചർ ഡിസ്ട്രോയ് ചെയ്യാണ്ട് നിങ്ങൾക്ക് പ്രിയാമ്പിൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്താണ് ഈ ബേസിക് സ്ട്രക്ചർ എന്ന് പ്രിയാമ്പിൾ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ ലിസ്റ്റ് ചെയ്തിട്ട്, ഇതൊരു എക്സോസ്റ്റീവ് ലിസ്റ്റ് ആണ്. അത് നമ്മളൊരു എക്സോസ്റ്റീവ് ലിസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. ഇന്ത്യൻ നിന്നല്ല. ഉദാഹരണത്തിന് സെപ്പറേഷൻ ഓഫ് പവർ പ്രധാനപ്പെട്ട ഒരു ബേസിക് സ്ട്രക്ചറാണ്. സെക്യുലറിസം ബേസിക് സ്ട്രക്ചറിൽ വരുന്നതാണ്. ഫെഡറലിസം ബേസിക് സ്ട്രക്ചറിൽ വരുന്നതാണ്. അതേപോലെ റൂൾ ഓഫ് ലോ ബേസിക് സ്ട്രക്ചറിൽ വരുന്നതാണ്. അതേപോലെ ഡെമോക്രസി എന്ന് പറയുന്ന ആശയം ബേസിക് സ്ട്രക്ചറിൽ വരുന്നതാണ്. സെപ്പറേഷൻ ഓഫ് പവർ, ഫെഡറലിസം, സെക്യുലറിസം, റൂൾ ഓഫ് ലോ, ഡെമോക്രസി, അതേപോലെ തന്നെ ജുഡീഷ്യൽ റിവ്യൂ, ഇതൊക്കെ ബേസിക് സ്ട്രക്ചറിൽ വരുന്നതാണ്. അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ട്. ഇതിൽ വരുന്ന സംഭവങ്ങൾ ഒഴികെ ഇതിനെ എഫക്ട് ചെയ്യുന്ന അല്ലാതെ എന്ത് വേണം നിങ്ങൾ ഓൾട്ടർ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് കോൺസ്റ്റിറ്റ്യൂഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ആർട്ടിക്കിൾ ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും സമയം എടുത്തത് പഠിപ്പിച്ചത്. സോ അത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതിൽ ലാൻഡ് അലോട്ട്മെന്റ് ടു MPs, MLAs, അതേഴ്സ് ഇൻ ഹൈദരാബാദ് അൺകോൺസ്റ്റിറ്റ്യൂഷൻ. സുപ്രീം കോടതി പറഞ്ഞു ഇവിടെ ഓൾറെഡി ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്തു. ഏകദേശം 245 ഏക്കർ വരുന്ന സ്ഥലം പബ്ലിക് ലാൻഡ് 2005 ഡിസേർവിംഗ് സെക്ഷൻസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ ഇവർ വളരെ ഡിസേർവിംഗ് ആണെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ പ്രധാനപ്പെട്ട പൈസക്കാരും റിച്ച് ആയിട്ടുള്ള ആൾക്കാരും MPമാർക്കും MLAമാർക്കും അവിടെ ഇനി ആർക്കൊക്കെ കൊടുക്കാമോ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് പൈസക്കാർക്കൊക്കെ ഈ സ്ഥലം കൊടുത്തു അവിടെ ഡിസേർവിംഗ് സെക്ഷൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതിനെതിരെ സുപ്രീം കോടതി ഈ ലാൻഡ് അലോട്ട്മെന്റിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറഞ്ഞു സുപ്രീം കോടതി. കാരണം ഇവരെല്ലാം പൈസയുള്ള ആൾക്കാരല്ലേ. ശരിക്കും ഇങ്ങനത്തെ എന്തെങ്കിലും ഇത് ശരിക്കും ആർട്ടിക്കിൾ 14 വയലേഷൻ ആണോ എന്നും കൂടെ ചോദിക്കുന്നുണ്ട്. ഇസ് ഇറ്റ് എ വയലേഷൻ ഓഫ് ആർട്ടിക്കിൾ 14? ഇതിന്റെ വയലേഷൻ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, ഈ പൈസയുള്ള ആൾക്കാർക്കാണോ ഇത് കൊടുക്കേണ്ടത്? കാരണം ഡിസേർവിംഗ് സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി എന്നാണ് പറയുന്നത്. ശരിക്കും നമ്മൾ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് അണ്ടർ സെർവ്ഡ് ആയിട്ടുള്ള ഈ പറയുന്ന പോലെ SC, ST, OBC, ബാക്ക്വേർഡ് ക്ലാസ്, അല്ലെങ്കിൽ ഏറ്റവും സൊസൈറ്റിയിൽ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്കാണല്ലോ ഇങ്ങനത്തെ സ്പെഷ്യൽ കാര്യങ്ങൾ കൊടുക്കേണ്ടത്. ഇങ്ങനെയല്ലേ കൊടുക്കേണ്ടത്, അല്ലാതെ പൈസയുള്ള MPമാർക്കും MLAമാർക്കും ഒരുപാട് സ്ഥലം കൊടുക്കുന്നത് ശരിയാണോ? പാവപ്പെട്ടവർക്ക് ഡിസ്കൗണ്ടഡ് റേറ്റ് ടു ദ പ്രിവിലേജ് ഫ്യൂ, ഇറ്റ് എൻജൻഡേഴ്സ് എ സിസ്റ്റം ഓഫ് ഇനീക്വാലിറ്റി കൺഫറിംഗ് അപ്പോൺ ദ മെറ്റീരിയൽ അഡ്വാൻറ്റേജ്. ഇതാണ് കോടതി പറഞ്ഞത്. ഇറ്റ് ഈസ് സിസ്റ്റം ഓഫ് ഇനീക്വാലിറ്റി ആണെന്നാണ് പറഞ്ഞത്. ഇതങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നൊരു നിയമം ഇവിടെ സുപ്രീം കോടതി എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നിയമം വരുന്ന ആർട്ടിക്കിൾസ് ആയതുകൊണ്ടാണ് ഞാൻ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് പോകുന്നത്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് എല്ലാവർക്കും പാൻ കാർഡ് എന്താണെന്നറിയാം. സെൻട്രൽ ഗവൺമെന്റ് ഏകദേശം 1400 കോടി രൂപയാണ് പാൻ 2 വരാൻ പോവാണ്. ഇനി ആധാർ പോലെ തന്നെ നമ്മുടെ ടാക്സിന് മാത്രമല്ല, പാൻ 2 വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇത് മാത്രം മതി എന്നാണ് പറയുന്നത്. പാൻ കാർഡിന്റെ വേർഷൻ 2 വരാൻ പോകുന്നുണ്ട്. അത് മാത്രം മതിയായിരിക്കും. ഇത്രയും രൂപ കൊടുക്കുന്നുണ്ട്. ബിസിനസ് ഡിജിറ്റൽ ട്രാൻസാക്ഷനും നമ്മുടെ ടാക്സിങ്ങിനൊക്കെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇത് വളരെ ഇതായിട്ട് വരുന്നുണ്ട്. ഡിജിറ്റൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട കോമൺ ഐഡന്റിഫയർ ഫോർ ഓൾ ഡിജിറ്റൽ സിസ്റ്റം സ്പെസിഫൈഡ് ഇൻ ഏജൻസീസ്. അപ്പോൾ ഇനി പാൻ കാർഡ് വന്നു കഴിഞ്ഞാൽ, ഇനി പുതിയ പാൻ വന്നു കഴിഞ്ഞാൽ, പാൻ 2 വന്നു കഴിഞ്ഞാൽ ഇനി ഇത് എല്ലാത്തിനും ഇത് മതിയാവും എന്നുള്ളതാണ് ഇനി വരാൻ പോകുന്നത്. അത് വരുമ്പോൾ നമുക്കറിയാം എന്തായിരിക്കും അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. സോ ഇനി അടുത്ത പ്രധാനപ്പെട്ട വാർത്ത, കേരളത്തിൻ്റെ കുറേ വാർത്ത. അതായത് തെലങ്കാന ചീഫ് മിനിസ്റ്റർ പറയുന്നുണ്ടോ അദാനിയുടെ 100 കോടി ഡൊണേഷൻ ഞങ്ങൾ വാങ്ങുന്നില്ല എന്ന്. ഇനിയിപ്പോൾ എല്ലാവരും ഇപ്പോൾ തമിഴ്നാട് തള്ളി പറഞ്ഞു, തെലങ്കാന തള്ളി പറഞ്ഞു, ജയ്പൂർ തള്ളി പറഞ്ഞു. അങ്ങനെ ഓരോ സ്റ്റേറ്റ്സും അദാനിയുടെ കോൺട്രിബ്യൂഷൻസിനെ തള്ളിക്കളയാണ്. ഫണ്ട് വേണ്ടെന്നാണ് അവർ പറയുന്നത്. സോ ഇനി ബാക്കിയുള്ളതെല്ലാം പരസ്യങ്ങളും ബാക്കിയെല്ലാം മൊത്തം പരസ്യങ്ങളാണ്. മധ്യപ്രദേശിന്റെ ഡോക്ടർ മോഹൻ യാദവ് ചീഫ് മിനിസ്റ്റർ മധ്യപ്രദേശ്. അപ്പോൾ ചില പരസ്യങ്ങൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. റിന്യൂവബിൾ എനർജി, ഫുഡ് പ്രോസസ്സിംഗ്, ഇതാണ് മധ്യപ്രദേശിന്റെ പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി. ഇനി മൂവിംഗ് ഓൺ ടു ദ എഡിറ്റോറിയലിൽ പ്രധാനപ്പെട്ട ആദ്യത്തെ ക്ലൈമറ്റ് ആക്ഷൻ, റിട്ടേൺ ടു ആക്ഷൻ. ഇത് വേറൊന്നുമല്ല, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത എഡിറ്റോറിയൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം പറഞ്ഞു പോവാൻ ഞാൻ, നമുക്ക് സമയത്തിന്റെ ഒരു പരിമിതി ഉള്ളതും കൂടെ. ഫുൾ എഡിറ്റോറിയൽ പ്രധാനപ്പെട്ട കാര്യം ഈ റിട്ടേൺ ടു ആക്ഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, കഴിഞ്ഞ കുറേ നാളായിട്ട് നമ്മൾ ഓൾറെഡി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഡെവലപ്ഡ് രാജ്യങ്ങളും
ഡെവലപ്പിംഗ് കൺട്രീസും തമ്മിലുള്ള ഫൈറ്റ്. ഓൾറെഡി ഞാൻ എത്രയോ വട്ടം പറഞ്ഞു കഴിഞ്ഞു ഇത് തന്നെ, ഇവരുടെ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള NCQG, ന്യൂ കളക്റ്റീവ് ക്വാണ്ടിഫൈഡ് ഗോൾ അനുസരിച്ചിട്ട് ഡെവലപ്പിംഗ് കൺട്രീസ് ഇത്ര രൂപ കൊടുക്കണം. അവർ ചോദിച്ചിരിക്കുന്നത് ഓൾറെഡി നമുക്കറിയാം $1.3 ട്രില്യൺ ആണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ ഡെവലപ്ഡ് കൺട്രീസ് അത്രയൊന്നും കൊടുക്കാൻ തയ്യാറല്ല. വേണമെങ്കിൽ ഒരു $300 ബില്യൺ നമ്മൾ തരാം, അതും 2035 ആകുമ്പോഴാണ്. അപ്പൊ ഇനി ഇത് നമ്മളിപ്പോ ഇമ്മീഡിയറ്റ്ലി ചോദിക്കുന്നത് $1.3 ട്രില്യൺ ഡെവലപ്പിംഗ് കൺട്രീസ് ചോദിക്കുന്നുണ്ട്. അവർ 2035 ആകുമ്പോൾ $300 ബില്യണൊക്കെ ഞങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ചർച്ച എവിടെയോ ഫെയിലിയറിലേക്ക് പോവുകയാണ്. നമുക്ക് വേണ്ടത്ര ഒരു എഗ്രിമെന്റ് കൊണ്ടെത്തിക്കാൻ പറ്റുന്നില്ല. അതാണ് ഈ എഡിറ്റോറിയൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പോയിന്റ്. അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട വാർത്ത, മോറൽ സ്റ്റെയിൻ ഉദ്ദേശിക്കുന്നത് ഈ അടുത്ത് നമ്മൾ കണ്ടു, ഇന്റർനാഷണൽ കോർട്ട്, ക്രിമിനൽ കോർട്ട്, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് വേറെ, ICC വേറെ. ഇന്റർനാഷണൽ ഇത് UN അല്ല എന്നോ, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് UN ഹേഗിലാണ്, ഇതും ഹേഗിലാണ്. പക്ഷേ ICC UN ഇതിലല്ല ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇറ്റ് ഫംഗ്ഷൻസ് ഓൺ റോം സ്റ്റാറ്റ്യൂട്ട്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. റോം സ്റ്റാറ്റ്യൂട്ടിന്റെ ഭാഗമായിട്ടാണ് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് വർക്ക് ചെയ്യുന്നത്. ഇവർ അറസ്റ്റ് വാറണ്ട് എടുത്തു. ആർക്കെതിരെയാണ്? ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയും അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്റർ യോവ ഗാലന്റിനെതിരെയും വാർ അഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റി ആൻഡ് വാർ ക്രൈംസ് ആൻഡ് ക്രൈംസ് അഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റി ഇൻ ഗാസ. ഏതാണ്ട് 50,000 ആൾക്കാരെ കൊന്നു, ലക്ഷക്കണക്കിന് ആൾക്കാരെ ഡിസ്പ്ലേസ് ചെയ്തു ചാർജിൽ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് അറസ്റ്റ് വാറണ്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പക്ഷെ ഇവരുടേതായ ഒരു പോലീസിംഗ് സിസ്റ്റം, ഇവരെങ്ങനെ അറസ്റ്റ് ചെയ്യും? ഒരു രാജ്യത്തിന്റെ തലവനല്ല, ഇവിടെ പോയിട്ട് ഇവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്, പ്രധാനപ്പെട്ട കാര്യം. ഈ റോം സ്റ്റാറ്റ്യൂട്ട് ഏകദേശം 124 രാജ്യങ്ങൾ ഈ പറയുന്ന ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന്റെ റോം സ്റ്റാറ്റ്യൂട്ട് റാറ്റിഫൈ ചെയ്ത് സൈൻ ചെയ്ത ആൾക്കാരാണ്. ഇന്ത്യ സൈൻ ചെയ്തിട്ടുണ്ടോ? നോ, ഇന്ത്യ ഹാസ് നോട്ട് സൈൻ ദിസ്. അമേരിക്ക സൈൻ ചെയ്തിട്ടില്ല. അപ്പൊ US-ഉം ഇസ്രായേലൊന്നും ഇത് സൈൻ ചെയ്തിട്ടില്ല. അപ്പൊ അവർ അതുകൊണ്ട് തന്നെ ഇതിലൊന്നും ഒരു കാര്യമില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. International Criminal Court is actually in place, and since they have issued an arrest warrant against all these people, the main important thing that you notice, ഈ 124 രാജ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിനോ അല്ലെങ്കിൽ ഈ ഡിഫൻസ് മിനിസ്റ്ററിനോ ഈ പറയുന്ന 124 രാജ്യങ്ങളിൽ, അതായത് ICC സൈൻ ചെയ്തിട്ടുള്ള ഏതെങ്കിലും രാജ്യത്തിൽ അവർ ചെല്ലുകയാണെങ്കിൽ, എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അവർ പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ പോലും ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള ഓർഡർ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ലോകത്ത് 124 രാജ്യങ്ങളിലേക്ക് ഇവർക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ഇവരുടെ ട്രാവൽ നിന്ന് പോകും. അപ്പൊ ഇത് ശരിയായിട്ടൊരു നടപടിയാണോ? ശരിക്കും ഇത്രയും മരണം നടന്നുകൊണ്ട് ഇവരുടെ ഇത് എങ്ങനെയാണ് നടപ്പിലാക്കാന്ന് അറിയില്ല. സോ ഇതാണ് ഈ ക്രിമിനൽ കോർട്ടിന്റെ, അവർക്ക് വേറെ അറസ്റ്റും സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ ഈ രാജ്യങ്ങളിൽ വന്നു കഴിഞ്ഞാൽ അവർ അറസ്റ്റ് ചെയ്യും. സോ നെക്സ്റ്റ് ആർട്ടിക്കിൾ ഇസ് ഫെമിനിസ്റ്റ് ഐഡിയോളജി ഇൻ ഇന്ത്യസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്കോഴ്സ്, ആൻഡ് ദിസ് വാസ് റിട്ടൺ ബൈ ഫൈസൽ CK. Very happy to see his article. He's a very good friend of mine. So ഫൈസൽ CK's ആർട്ടിക്കിൾ, അപ്പോൾ അദ്ദേഹം ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ആർട്ടിക്കിൾ ഫെമിനിസ്റ്റ് ഐഡിയോളജിയാണ്, ഇന്ത്യസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്കോഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ, ഞാൻ ശശി തരൂരിന്റെ ആർട്ടിക്കിലേക്ക് വരാം. എന്തായാലും ഇത് എടുത്തുകൊണ്ട് ഇത് ആദ്യം ഡിസ്കസ് ചെയ്ത് പോവാം. ഇതിനകത്ത് ഒരു ഫെമിനിസ്റ്റ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബേറ്റിലും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയതിലും സ്ത്രീകളുടെ സാന്നിധ്യം അല്ലെങ്കിൽ സ്ത്രീകളുടെ റോൾ എന്താണ്, ദ റോൾ ഓഫ് വിമൻ ഇൻ ദാറ്റ്, അതിൽ സ്ത്രീകൾക്ക് ഒരുപാട് പങ്കുണ്ട്. ഇതിനകത്ത് പറയുന്നുണ്ട് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതാനും കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യാനൊക്കെ സ്ത്രീകളുടെ പങ്ക് വളരെ വലുതായിരുന്നു. പക്ഷെ പലപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷന്റെ മേക്കേഴ്സ് ഈ സ്ത്രീകളെ വേണ്ടത്ര രീതിയിൽ അക്നോളജ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്തിട്ടോ ഇല്ല എന്ന് പറയുന്നതാണ്. ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയതുകൊണ്ട് പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ അതാണ് പറയുന്നത്. ഇതിനകത്ത് കുറേ ആർട്ടിക്കിളിന്റെ റെഫറൻസ് ഒക്കെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. കുറേ കാര്യങ്ങളുണ്ട്. ഫൗണ്ടിങ് മദേഴ്സ്, അതായത് ഫൗണ്ടിങ് ഫാദേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നല്ലേ വിളിക്കുന്നത്, ഫൗണ്ടിങ് ഫാദേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതിൽ വളരെ രസകരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. There are founding mothers of constitution. അതിനകത്തുള്ള സ്ത്രീകളുടെ ഫൗണ്ടിങ് ഫാദേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. ദർ ഇസ് ദ ഫൗണ്ടിങ് മദേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു പ്രയോഗമാണത്. അത് കൊണ്ടുവന്നിട്ടുണ്ട്. അംബേദ്കറിന്റെ അതേപോലെ സോഷ്യൽ റവല്യൂഷനിൽ വിശ്വസിച്ചിരുന്നവരാണ്. അതിൽ എടുത്തു പറയേണ്ട കുറച്ച് ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. ദർ ഇസ് എ മെൻഷൻ ഓഫ് ഹൻസ മെഹ്ത, യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ചും ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് സംസാരിച്ച അമൃത് കൗർ. 1932 തന്നെ women of India were no longer willing to submit to standards, whether local, political or ethical, which had been set for the male conscience of the community. വളരെ അമൃത് കൗർ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് പുരുഷന്മാർക്ക് വേണ്ടി പുരുഷന്മാരുണ്ടാക്കിയിട്ടുള്ള എത്തിക്കൽ സ്റ്റാൻഡേർഡും എന്ത് കാര്യത്തിന് വേണ്ടിയും അത് അപ്പാടെ അങ്ങനെ തന്നെ സ്വീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന അമൃത് കൗറിന്റെ കോൺട്രിബ്യൂഷൻ. അതേപോലെ ഹൻസ മെഹ്ത യൂണിഫോം സിവിൽ കോഡിനും, അതേപോലെ ബേഗം അസീസ്, ബേഗം അയാസ് റസൂൽ, ഇങ്ങനത്തെ കുറേ ആൾക്കാരുടെ പേരുകളുണ്ട്. ബേഗം ഐസാസ് റസൂൽ, അമൃത് കൗർ, ഹൻസ മെഹ്ത, ആൻഡ് ഓൾസോ യു ക്യാൻ ഫൈൻഡ് ഔട്ട് കമലാദേവി ചട്ടോപാധ്യായ.
കോൺസ്റ്റിറ്റ്യൂഷൻ ഹെറാൾഡ് ന്യൂ ബിഗിനിങ് ഫോർ വിമൻ ആസ് ഇറ്റ് ഗ്യാരണ്ടീഡ് ഈക്വൽ ജസ്റ്റിസ് ഫോർ. അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കമലാദേവി ചട്ടോപാധ്യായ, അങ്ങനെ കുറേ ആൾക്കാരുടെ, സ്ത്രീകളുടെ, പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, സ്ത്രീകളുടെ ഒരുപാട് കോൺട്രിബ്യൂഷനും കൂടെ വരുന്നുണ്ട്. സോ നമുക്ക് ഫൗണ്ടിങ് മദേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന വാക്ക് ഓർത്തു വെക്കാം. പിന്നെ ശശി തരൂരിന്റെ പ്രധാനപ്പെട്ട ആർട്ടിക്കിളാണ് ഇത്. അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് പുതിയതായിട്ടുള്ളൊരു കാര്യമൊന്നും പറയുന്നില്ല. ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം അംബേദ്കറിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് വേറൊന്നുമില്ല, കോൺസ്റ്റിറ്റ്യൂഷൻ ഇതുവരെ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള ഒരു അനാലിസിസ് ആണ്. നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, നമുക്ക് ഡെമോക്രാറ്റിക് സിസ്റ്റം ഉണ്ട്, റൂൾ ഓഫ് ലോ ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി ഉള്ള കാര്യങ്ങൾ തന്നെയാണ് ശശി തരൂരോട് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം, അംബേദ്കറിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അത്രയും നല്ലൊരു കോൺസ്റ്റിറ്റ്യൂഷൻ, ആ ഗുഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, വളരെ ഗുഡ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. പക്ഷെ അതിന്റെ കസ്റ്റോഡിയൻസ് വളരെ മോശം ആൾക്കാരാണ്, വളരെ മോശപ്പെട്ട ആൾക്കാരാണ്. വളരെ നല്ലൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൻഡിൽ ചെയ്യുന്നെങ്കിൽ പോലും ആ സിസ്റ്റം നശിച്ചു പോകുന്നതാണ് പറയുന്നത്. സത്യമല്ലേ? അത്ര നല്ലൊരു കോൺസ്റ്റിറ്റ്യൂഷൻ കയ്യിലുണ്ടായിട്ടും അത് നടപ്പിലാക്കുന്ന ആൾക്കാർ മോശമാണെങ്കിൽ കാര്യമില്ല. മോശം കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു നല്ല സെറ്റ് ഓഫ് ആൾക്കാരുടെ കയ്യിൽ കിട്ടിയാലും അവിടെയും സിസ്റ്റം നന്നാവുമെന്നാണ് പറയുന്നത്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ നല്ലതാണോ ഇല്ലെന്നതിനെക്കാട്ടും കൂടുതൽ ഇവിടെ സ്ട്രെസ് ചെയ്യുന്നത് ആരാണ് കസ്റ്റോഡിയൻ, ആരാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഇന്നത്തെ ഗവൺമെന്റിനെ കുറിച്ചാണ് പറയുന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും, അംബേദ്കറിന്റെ കാര്യങ്ങളും, പിന്നെ ഇവിടെ അതുണ്ട്, ഫ്രട്ടേണിറ്റി ഉണ്ട്, ലിബർട്ടി ഉണ്ട്, ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ അതുകൊണ്ടാണ് കൂടുതൽ കാര്യങ്ങളൊന്നും ഇതിനകത്ത് പറയുന്നില്ല, നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെ പറയുന്നുള്ളൂ. സോ അതുകൊണ്ട് ഞാനത് ആ ഒരു പോർഷൻ അത്രയും വെച്ച് നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം നമുക്ക്. സോ ബാക്കിയെല്ലാം ഇലക്ഷൻ വാർത്തകളാണ്. ഇലക്ഷൻ വാർത്തകൾ കംപ്ലീറ്റ്ലി പോയി കഴിഞ്ഞാൽ പിന്നെയും ലോക്നീതി CSDS സർവേ ആണ്, കംപ്ലീറ്റ് ഇലക്ഷൻ ജയിച്ചതിൻ്റെയും അതിൻ്റെയും കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് വിടാം. പ്രധാനപ്പെട്ട ന്യൂസിലേക്ക്, നാഷണൽ പേജിലേക്ക് വരുന്ന സമയത്ത്, പീപ്പിൾ പണിഷ് ദോസ് ട്രൈങ് ടു ഡിസ്റ്റർബ് പാർലമെന്റ്. ഈ പാർലമെന്റ് വിന്റർ സെഷൻ നടക്കുന്ന സമയത്തും പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് അദാനിയെ കുറിച്ചിട്ടും അതേപോലെ മണിപ്പൂർ ഇഷ്യൂ ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത്. അപ്പോൾ പാർലമെന്റിൽ മോഡി പറയാണ്, ഈ ചർച്ച നടത്താൻ സമ്മതിക്കാതെ വെറുതെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന നമ്മുടെ ചർച്ച പാർലമെന്റിൽ നിന്ന് പോവുകയാണ്. അപ്പൊ ഇത്തരത്തിൽ ബഹളം ഉണ്ടാക്കുന്ന ആൾക്കാരെ ജനം തന്നെ വെറുത്തോളം എന്നാണ് പറയുന്നത്. ജനങ്ങൾ അവരെ പണിഷ് ചെയ്യും, ജനങ്ങൾ അവർക്കെതിരെ തിരിയും എന്നാണ് മോഡി പറയുന്നത്. അപ്പൊ അത് ഇത്രയേ ഉള്ളൂ അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം, വേറൊന്നും മോഡി ഉദ്ദേശിക്കുന്നില്ല. അതേപോലെ പ്രസിഡന്റ് ടു അഡ്രസ് പാർലമെന്റ് ടു മാർക്ക് 75th ഇയർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. 75 വർഷമായി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതിന് ശേഷം. സോ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അതിന്റെ ഒരു കൊമമറേഷൻ എന്ന രീതിയിൽ ഒരുപാട് പാർലമെന്റിലും സുപ്രീം കോടതിയിലൊക്കെ ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട്. പിന്നെ പൊളിറ്റിക്കൽ വാർത്തകൾ മാറ്റിക്കഴിഞ്ഞാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാബിനറ്റ് അപ്രൂവ്സ് ദ നെക്സ്റ്റ് ഫേസ് ഓഫ് അടൽ ഇന്നോവേഷൻ മിഷൻ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. എന്താണ് അടൽ ഇന്നോവേഷൻ മിഷൻ? ഈ അടൽ ഇന്നോവേഷൻ മിഷൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത് രണ്ടാമത്തെ ഫേസ് വരാൻ പോകുന്നു എന്നാണ് പറയുന്നത്, നെക്സ്റ്റ് ഫേസ്. അപ്പോൾ എന്താണ് അടൽ ഇന്നോവേഷൻ മിഷൻ എന്നുള്ള വളരെ ചെറിയൊരു കാര്യത്തിൽ നമ്മൾ അറിയണം. 2016 അടൽ ഇന്നോവേഷൻ മിഷൻ കൊണ്ടുവരുന്നത്. ആൻഡ് അത് ഏറ്റവും കൂടുതൽ ഓർത്തു വെക്കണം, നീതി ആയോഗാണ് ഇത് ഏറ്റവും കൂടുതൽ പയനീർ ചെയ്യുന്നത്. നീതി ആയോഗ് പയനീർ ചെയ്യുന്നത് അടൽ ഇന്നോവേഷൻ മിഷൻ വാസ് സ്റ്റാർട്ടഡ് ഇൻ 2016. സോ രാജ്യത്ത് നല്ല ഇന്നോവേഷൻ വരണം എന്നാണ് അവർ വിശ്വസിക്കുന്നത്, ഭയങ്കരമായ ഇന്നോവേഷൻ വരണം എന്ന് വിശ്വസിക്കുന്നുണ്ട്. അതേപോലെ ഓൺട്രപ്രണർഷിപ്പ്, ഒരുപാട് ഓൺട്രപ്രണർഷിപ്പും സ്റ്റാർട്ടപ്പുകളും വന്ന് പുതിയൊരു കൾച്ചർ ഉണ്ടാവണം, അതിനുവേണ്ടി സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അടൽ ഇന്നോവേഷൻ മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ബിസിനസ് സ്റ്റാർട്ടപ്പ്, ബെറ്റർ ജോലികൾ വരണം, പുതിയ ബിസിനസ് സ്റ്റാർട്ടപ്പ് പദ്ധതികൾ വരണം. ആൻഡ് ഒരു കാര്യം കൂടെ നമുക്ക് ഇതിനകത്തൊന്ന് നോക്കേണ്ടതുണ്ട്. സോ കഴിഞ്ഞ കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് നമ്മുടെ ഇന്നോവേഷൻ. ഇതിനകത്ത് പറയുന്നില്ല, ഞാൻ എടുത്തു പറയുകയാണ്. ഇപ്പോൾ ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് എന്നൊരു സാധനമുണ്ട്, ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ്. ഈ ഇന്നോവേഷൻ ഇൻഡെക്സ് എന്നൊരു സംഭവമുണ്ട്. ഈ ഇൻഡെക്സിൽ ഇന്ത്യ 39ാമത്തെ സ്ഥാനത്താണ്. അപ്പോൾ ഇന്ത്യ കുറച്ചും കൂടെ ബെറ്റർ ആവണം എന്നാണ് പറയുന്നത്. ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമ്മൾ വരണം എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ഓൾറെഡി അടൽ ഇന്നോവേഷൻ മിഷന്റെ ഭാഗമായിട്ട് കുറേ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ATL നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അടൽ ടിങ്കറിംഗ് ലാബ്. 10,000 ലാബുകൾ പുതിയതായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ഇതിലൊക്കെ ലാബുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അടൽ ടിങ്കറിംഗ് ലാബ് എന്ന് പറഞ്ഞിട്ട് ATL എന്ന് പറഞ്ഞൊരു സംഭവം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അടൽ ഇൻക്യുബേഷൻ സെന്റർ സ്റ്റാർട്ടപ്സിന് വേണ്ടിയൊക്കെ അവരെ നയിക്കാനും അവരെ ഗൈഡ് ചെയ്യാനൊക്കെ ഉള്ള ഒരു സംഭവമാണ് ഇൻക്യുബേഷൻ സെന്റർ, അടൽ ഇൻക്യുബേഷൻ സെന്ററിന്റെ AIC. അതേപോലെ തന്നെ അനിക് എന്ന് പറഞ്ഞ സാധനം കൂടെ ഉണ്ട്, അനിക്, അടൽ ന്യൂ ഇന്ത്യ ചലഞ്ച്. അടൽ ന്യൂ ഇന്ത്യ ചലഞ്ച് എന്നാണ് അനിക് എന്ന് പറയുന്നത്. അടൽ ന്യൂ ഇന്ത്യ ചലഞ്ച് അടൽ, ഇത് AIC, ATL, അനിക്. അതേപോലെ അടൽ ഇൻക്യുബേഷൻ സെന്റർ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതേപോലെ ഡീപ് ടെക്, അടലിന് വേണ്ടിയുള്ള ഡീപ് ടെക്കിന് വേണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഡീപ് ടെക് എന്നും കൂടെ അറിഞ്ഞിരിക്കണം. ഡീപ് ടെക്കിന് വേണ്ടിയുള്ള ഒരു സംഭവമുണ്ട്. അങ്ങനെ പല രീതിയിലാണ് അടൽ ഇന്നോവേഷൻ മിഷൻ വർക്ക് ചെയ്യുന്നത്. ഓൺട്രപ്രണർഷിപ്പ്,
സ്റ്റാർട്ടപ്പ് സിസ്റ്റം ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ നല്ല രീതിയിൽ ഇന്നോവേഷൻ കൊണ്ടുവരാൻ വേണ്ടി. അത് ചെറിയ വാർത്തയാണ്, പക്ഷേ ഞാൻ എക്സ്ട്രാ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഓർത്ത് വയ്ക്കാം. MP seeks more time for Waqf bill report. ഓൾറെഡി വലിയ പരാതി നടക്കുന്നുണ്ട്. അത് ജോയിന്റ് പാർലമെന്ററി ഒരു JPC വിളിച്ചു കൂട്ടിയിട്ട് എന്താണ് അപ്പോൾ ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റി എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്കറിയണം. ഒരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി വിളിച്ചുകൂട്ടി വഖഫ് ബോർഡിന്റെ അമെന്റ്മെന്റ് ബില്ല് പുതിയതായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ റിപ്പോർട്ടെല്ലാം അതിന്റെ ചെയർപേഴ്സണായ ജഗദംബിക പാല് പെട്ടെന്ന് തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോവാണ്. അപ്പൊ വഖഫ് ബോർഡ് മെമ്പേഴ്സും ഒരു പറയുന്നുണ്ട്, ഞങ്ങൾക്ക് പഠിക്കാൻ സമയം കിട്ടുന്നില്ല, പെട്ടെന്ന് ഇത് ബില്ലാക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് മുന്നോട്ട് പോകണം എന്നൊരു ഇതിലാണ് കൊണ്ടുപോകുന്നത്, ഞങ്ങൾക്ക് വേണ്ടത്ര സമയം ഇത് പഠിക്കാൻ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ വഖഫ് ബില്ലും വഖഫ് അമെന്റ്മെന്റ് ബോർഡ് എന്താണെന്നും കൂടെ നമുക്ക് നല്ലോണം മനസ്സിലാക്കി വെക്കണം. പിന്നെ അടുത്തതെല്ലാം അടുത്ത വലിയൊരു ചർച്ചയാകാൻ പോകുന്ന ഒരു കാര്യമാണ് സംഭാൽ ജമാ മസ്ജിദ്. അവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് 16-ാം നൂറ്റാണ്ടിലെ ഒരു പള്ളിയാണ് ഈ സംഭാൽ പള്ളി. അപ്പൊ ഒരുപാട് ഹിന്ദു ഓർഗനൈസേഷൻസ് പറയുന്നു ഇത് 15-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 14-ാം നൂറ്റാണ്ടിൽ 1500s ഇതൊരു അമ്പലമായിരുന്നു. അപ്പൊ ഇതിന്റെ സർവേ നടക്കുന്നുണ്ട്. ASI ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇത് ഏറ്റെടുക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ പള്ളിയാണോ അമ്പലമാണോ, ഇത്തരം ചോദ്യങ്ങൾ എപ്പോഴും ഇന്ത്യയുടെ സെക്യുലർ ഫാബ്രിക്കിന് ഭയങ്കര ദോഷം ചെയ്യുന്നത്. അപ്പൊ ഇത് എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. പള്ളിയാണോ അമ്പലമാണോ ഇത് കണ്ടുപിടിക്കാനും ഇതിന്റെ സർവേ ആയിട്ട് ബന്ധപ്പെട്ട തർക്കത്തിൽ തന്നെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഹിന്ദു മുസ്ലിം ഫൈറ്റിൽ. സോ ഇതാണ് പ്രധാനപ്പെട്ട മറ്റ് വാർത്തകൾ. പിന്നെ അടുത്ത പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് വൈഷ്ണോ ദേവി റോപ്പ് വേ പ്രൊജക്ട് ടേൺസ് വയലന്റ്. അപ്പൊ ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയണം എവിടെയാണ് ഈ വൈഷ്ണോ ദേവി. ഒരുപാട് പിൽഗ്രിംസ് പോകുന്ന ഒരു സ്ഥലമാണ്. ഇതിനകത്ത് വേറെ ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല. ഇവിടെ പ്രശ്നം റീസി ഡിസ്ട്രിക്ട് ഓഫ് ജമ്മു കാശ്മീർ ഡ്യൂറിംഗ് ദ പ്രൊപ്പോസ്ഡ് റോപ്പ് വേ ഓഫ് വൈഷ്ണോ ദേവി ഷ്രൈൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ്സ് ആക്ച്വലി ഇൻ ദ ത്രികൂട്ട ഹിൽ മൗണ്ടൻസ്. അവിടുത്തെ ത്രികൂട്ട മൗണ്ടൻസിലാണ് വൈഷ്ണോ ദേവി ഉള്ളത്. സോ പ്ലീസ് റിമെമ്പർ ത്രികൂട്ട മൗണ്ടൻസ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ, അവിടെയാണ് വൈഷ്ണോ ദേവി എന്ന് പറഞ്ഞ്. ഇറ്റ്സ് എ വെരി ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ്. യു ക്യാൻ പിൽഗ്രിമേജിന് വേണ്ടി മാത്രമല്ല, അത് ആ സ്ഥലത്തിന്റെ ഒരു ഭംഗിയും ഭയങ്കര ഇതാണ് വൈഷ്ണോ ദേവി എന്ന് പറയുന്നത്. സോ പ്ലീസ് റിമെമ്പർ. ഓൾറെഡി ED 219 കോടിയാണ് ഫെയർ പ്ലേ എന്ന് പറഞ്ഞ ഇതിന്. ഓൾറെഡി IPLന്റെയും ക്രിക്കറ്റിംഗ് മാച്ചിന്റെയും ഇല്ലീഗൽ ബ്രോഡ്കാസ്റ്റിംഗ് നടത്തിയതുകൊണ്ട് PMLA പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 219 കോടിയാണ് ഈ ഫെയർ പ്ലേ എന്ന് പറഞ്ഞ വെബ്സൈറ്റിനെതിരെ എടുത്തിരിക്കുന്നത്. ക്രിക്കറ്റ് എല്ലാം ഇല്ലീഗലി കാണിച്ചുകൊണ്ടിരുന്നു എന്നാണ് അവർ പറയുന്നത്. സോ ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദിസ്. ആൻഡ് മൂവിംഗ് ഓൺ, റെയിൽവേ ക്യാബിനറ്റ് അപ്രൂവ്സ് 7,297 വർത്ത് ക്രോസ് പ്രൊജക്ട്സ് ആണ് പുതിയ പ്രൊജക്ട് വരുന്നത്. അവിടെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണ് CCEA. സെസ അല്ല, അത് വേറെ, അത് എഗ്രിമെന്റ് ആണ്. ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് പോലെ തന്നെ സെസ എഗ്രിമെന്റ് ആണ്, കോംപ്രിഹെൻസീവ് എഗ്രിമെന്റ് ആണ്. ഇത് CCEA എന്ന് പറയുമ്പോൾ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ്. പ്രധാനമായിട്ടും എക്കണോമിക്സിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ എക്കോണമിക്ക് ആവശ്യമുള്ള പ്രധാനപ്പെട്ട പോളിസീസും കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുന്ന റിസർച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഏജൻസിയും കൂടാണ് ദ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് എന്ന് പറയുന്നത്. അത് ഓർത്തു വെക്കണം. പ്രൈം മിനിസ്റ്റർ ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട ചെയർപേഴ്സൺ. ഹി ഈസ് ഹെഡിങ് ദ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ്. ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എക്കണോമിക്സ് തീരുമാനങ്ങൾ അല്ലെങ്കിൽ എക്കോണമി റിലേറ്റഡ് ആയിട്ടുള്ള തീരുമാനങ്ങളെല്ലാം മൂട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ ട്രിഗർ ചെയ്യുന്നതും എംപവർ ചെയ്യുന്നതും ഒക്കെ CCEA ആണ്. അത് പ്രൈം മിനിസ്റ്റർ ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട വ്യക്തി. സോ പ്ലീസ് റിമെമ്പർ, അങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ നമുക്ക് ഇതാണ് മനസ്സിലാക്കേണ്ടത്. ആൻഡ് അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം, ചെറിയ വാർത്തയാണെങ്കിലും സിവിൽ സർവീസിന് നമുക്ക് പ്രിലിംസിനൊക്കെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, വാട്ട് ഈസ് വൺ നേഷൻ വൺ സബ്സ്ക്രിപ്ഷൻ സ്കീം. ഇവിടെ പ്രധാനമായിട്ടും നമ്മുടെ രാജ്യത്തുള്ള റിസർച്ച് ചെയ്യുന്ന ആൾക്കാരുടെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും റിസർച്ച് ലബോറട്ടറീസിലും റിസർച്ച് ഡെവലപ്മെന്റ് ലബോറട്ടറീസിലും ഇതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നതാണ് പറയുന്നത്. സ്കോളർലി ആർട്ടിക്കിൾ, നമുക്ക് ഡെഫിനറ്റ്ലി റിസർച്ച് ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് മാഗസീൻസും ഒരുപാട് കാര്യങ്ങളൊക്കെ വായിക്കാനുണ്ട്. അപ്പൊ ഇത് നമുക്ക് പലപ്പോഴും ഇതിന്റെ ഫീസും കോസ്റ്റും കാരണം നമുക്ക് എല്ലാ ആർട്ടിക്കിൾസ് ഒന്നും വായിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഗവൺമെന്റ് കൊണ്ടുവന്ന പുതിയൊരു സംഭവമാണ് ഫുൾ ഡിജിറ്റൽ ആക്സസ്. ഗവൺമെന്റ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും റിസർച്ച് ഡെവലപ്മെന്റ് ലബോറട്ടറീസിനും ഇതിന്റെ ബെനിഫിറ്റ് എടുക്കാവുന്നതാണ്. ഏകദേശം 6,000 കോടിയാണ് 3 വർഷത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നത്. ഇതിന് പറയുന്ന പേരാണ് വൺ നേഷൻ വൺ സബ്സ്ക്രിപ്ഷൻ സ്കീം. ഒരു സെൻട്രൽ സ്പോൺസേഡ് ഇനിഷ്യേറ്റീവ് ആണ്. ഇന്ത്യയിൽ ഇതിലെ മെമ്പർ ആയിട്ടുള്ള നമുക്കപ്പോൾ ഗവൺമെന്റ് നമുക്ക് വേണ്ടി പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളൊക്കെ വാങ്ങിക്കും. നമുക്ക് ഒരു പോർട്ടൽ ഉണ്ടാവും. സോ പ്ലീസ് റിമെമ്പർ, ഇറ്റ് ഈസ് InflibNet. വാട്ട് ഈസ്, നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും. the scheme will be coordinated by central agency ആണ്. It's called InflibNet എന്നാണ് ഇതിന്റെ പേര്. It's called ഇൻഫർമേഷൻ ആൻഡ് ലൈബ്രറി നെറ്റ്വർക്ക് ആണ്. ഇൻഫർമേഷൻ ആൻഡ് ലൈബ്രറി നെറ്റ്വർക്കിനെയാണ് InflibNet എന്ന് വിളിക്കുന്നത്. ഇത് ത്രൂ ആയിരിക്കും ഈ
നമുക്കിനി എല്ലാ ഓൺലൈനിലെ എല്ലാ സ്കീംസും എത്രയോ ആർട്ടിക്കിൾസ് ഒക്കെ വായിക്കാനുള്ള ഒരു അവസരം കൊടുക്കുകയാണ്. അപ്പോൾ ഓർത്ത് വെച്ച് വൺ നേഷൻ വൺ ഇലക്ഷൻ കേട്ടിട്ടുണ്ട്. വൺ നേഷൻ വൺ സബ്സ്ക്രിപ്ഷൻ സ്കീം ഗവൺമെന്റ് ഇറക്കിയിരിക്കുകയാണ്. ഇൻഫ്ലിബ് നെറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കാം. സെൻട്രൽ ഏജൻസിയാണ്. ഇതിലൂടെ ആയിരിക്കും നമുക്ക് ഇതിന്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നത്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഭൂട്ടാൻ പിക്ചേഴ്സ് ഗെലഫു ഹാസ് ബിഗസ്റ്റ് കോപ്പറേറ്റീവ് പ്രൊജക്ട്. സോ ഗ്ലോബൽ കോപ്പറേറ്റീവ് കോൺഫറൻസ് ഡൽഹിയിൽ നടക്കുകയാണ്. അപ്പോൾ എന്താണ് കോപ്പറേറ്റീവ്? കഴിഞ്ഞ ദിവസം ഡൽഹി ഇതിനു വേണ്ടി ഒരുപാട് പ്രിപ്പറേഷൻ നടക്കുന്നുണ്ട്. ഏകദേശം 8 ലക്ഷത്തോളം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് നമുക്കറിയാലോ. നമുക്ക് അഗ്രികൾച്ചർ കോർപ്പറേഷൻ ഉണ്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്, ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്. ആൾക്കാർ തന്നെ നമ്മൾ തന്നെ നടത്തുന്നത്. ഇപ്പം നമുക്കൊരു ചെറിയൊരു ക്ഷീരസമിതി, നമ്മളൊരു പാലൊക്കെ നമ്മൾ സൊസൈറ്റി കൊടുക്കാന്നൊക്കെ പറയുന്ന പോലെ എല്ലാവരും നമ്മളൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ തന്നെ നടത്തുന്ന, നമ്മൾ തന്നെ നമുക്ക് വേണ്ടി നടത്തുന്ന ഒരു കോപ്പറേറ്റീവ് സിസ്റ്റം. ഇതിന്റെ ഭാഗമായിട്ട് ലോണുകളുണ്ട്, ഒരുപാട് ബാങ്കുകൾ പ്രവർത്തിക്കുന്നുണ്ട്, പ്രൈമറി ക്രെഡിറ്റുകളുണ്ട്, അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കോപ്പറേറ്റീവ് സൊസൈറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. താഴെ തട്ടിലേക്ക് പ്രധാനമായിട്ടും നമ്മൾ 73rd 74 അമെൻമെന്റും പഞ്ചായത്ത് രാജ് എന്നൊക്കെ പറയുന്ന പോലെ താഴേക്കിടയിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ ഡെവലപ്മെന്റ് ഒക്കെ എത്താൻ വേണ്ടി പ്രധാനമായിട്ടുള്ള ഒരു കാര്യം കൂടാണിത്. അപ്പോൾ അത് നമുക്ക് ഇതിനകത്ത് നിന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ അത് കോപ്പറേറ്റീവ് പ്രൊജക്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ ഒരു സമ്മിറ്റ് ഡൽഹി വെച്ച് നടക്കുന്നുണ്ട്. എത്രയോ രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്. അതിൽ ഭൂട്ടാൻ ഇന്ത്യ നല്ല റിലേഷൻ ഉണ്ട്. ഈ ഭൂട്ടാന്റെ പ്രധാനപ്പെട്ട ഹെഡ് പറയുന്നുണ്ട്, നരേന്ദ്രമോദിനെ ഒരു ചേട്ടനെ പോലെയാണ് കാണുന്നതെന്നാണ് പറയുന്നത്. ഇന്ത്യയാണ് ഭൂട്ടാനെ സഹായിക്കുന്നത്. ഈ ഗെലഫു എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇതൊരു മൈൻഡ്ഫുൾ സിറ്റിയാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ദ ഗെലഫു മൈൻഡ്ഫുൾ സിറ്റി, ദ ബിഗസ്റ്റ് കോപ്പറേറ്റീവ് പ്രൊജക്ട് ഇൻ ഭൂട്ടാൻ എന്നാണ് പറയുന്നത്. 2500 സ്ക്വയർ കിലോമീറ്ററിൽ വരുന്ന ഒരു സീറോ കാർബൺ സിറ്റിയാണ്. ഇന്ത്യയാണ് ഇത് ഉണ്ടാക്കാൻ സഹായിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഗെലഫു സിറ്റി ആൾക്കാർക്ക് വേണ്ടി തന്നെയുള്ള, അവർക്ക് ഭൂട്ടാൻ സിറ്റിസൻസിന് വേണ്ടി തന്നെയുള്ള ഒരു പ്രധാന കാര്യമാണ്. സോ ദ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ്, ഫസ്റ്റ് ഗ്ലോബൽ കോപ്പറേറ്റീവ് അലയൻസ് ഇനോഗ്രേറ്റഡ് ബൈ നരേന്ദ്രമോദി. ഇതാണ് നടന്നുകൊണ്ടിരുന്ന പ്രധാന യങ് ബ്രദർ. ടുഡേ ഹാസ് ഇസ് യങ് ബ്രദർ. ഇത്രയും ആൾക്കാർ വന്നിരുന്നു. സോ കോപ്പറേറ്റീവ് മിനിസ്റ്റർ ഓഫ് കോപ്പറേഷനും അമിത്ഷാ തന്നെയാണ്. അപ്പോൾ ഈ ഹബ്ബ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അമിത്ഷാ പറയുന്നുണ്ട് നമുക്കും ഇന്ത്യയിൽ ഏകദേശം 2 ലക്ഷത്തോളം പുതിയ പാക്സ് വേണമെന്ന് പറയുന്നുണ്ട്. വാട്ട് ഈസ് പാക്സ്? നമുക്ക് പുതിയ പാക്സ് വേണമെന്ന് ഉദ്ദേശിക്കുന്നത് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി എന്നുള്ളതാണ് ഇതിന്റെ പേര്, പാക്സ് എന്നുള്ളത്. പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറെ, ഈ ഗെലഫു മൈൻഡ്ഫുൾ സിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് ഗോയിങ് ടു ബി നോളജ്, ടെക്നോളജി, ഫിനാൻസ് ഗ്രൗണ്ടഡ് ഒക്കെ ഉണ്ട്. ഈ അങ്ങനത്തെ ഒരു സിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്, ഗെലഫു മൈൻഡ്ഫുൾ സിറ്റി. കോപ്പറേറ്റീവ് സിറ്റിയാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇന്ത്യയുടെ സഹായം ചോദിക്കുന്നുണ്ട്. ഉണ്ടാക്കുന്നത് മാത്രം പോരാ, ഇന്ത്യയിലുള്ള കമ്പനീസ് എല്ലാം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നും കൂടെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഗെലഫു എന്നുള്ളത്, മൈൻഡ്ഫുൾ സിറ്റി എന്നുള്ളത് അവിടുത്തെ ഏറ്റവും വലിയൊരു കോപ്പറേറ്റീവ് ഇതായിട്ടാണ് കാണുന്നത്. ഇറ്റ്സ് ദ ബിഗസ്റ്റ് കോപ്പറേറ്റീവ് പ്രൊജക്ട്. അവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി അവർ തന്നെ ഉണ്ടാക്കിയ ഇതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം, കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ ഇമ്പോർട്ടൻസ്. പിന്നെ അടുത്തത് 5 states are yet to publish draft rules on labor codes, says central government. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സുപ്രീം കോടതി ഇതിനകത്ത് എല്ലാവരും ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി സെൻട്രൽ ഗവൺമെന്റ് എന്ന പാർലമെന്റ് പാസ്സാക്കിയ 4 ലേബർ കോഡുകളുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ് ഈ 4 ലേബർ കോഡുകൾ എന്നുള്ളത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കാണാനുണ്ട്. ഒന്ന്, പ്ലീസ് റിമെമ്പർ, 2019 വന്ന 2019 വന്നൊരു കാര്യമുണ്ട്, കോഡ് ഓൺ വേജസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോഡ് ഓൺ വേജസ് ഉണ്ട്. അതേപോലെ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് ഉണ്ട്. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് ഇതിനകത്ത് കിടപ്പുണ്ട്. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് ഉണ്ട്. അതേപോലെ കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി, ഇതെല്ലാം 2020 വന്നതാണ്. കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ട്. സോഷ്യൽ സെക്യൂരിറ്റിയുടെ ഒരു കോഡുണ്ട്. അതേപോലെ ഓക്യുപ്പേഷണൽ സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് കോഡ് എന്നൊരു കോഡും കൂടെ ഉണ്ട്. അപ്പോൾ ഇത്രയും പേരുകളാണ് ഇവിടെ വരുന്നത്. ഈ കോഡുകളെല്ലാം ഇത്ര വർഷത്തിൽ വന്നതാണ്. പക്ഷേ ഈ കോഡ് ഓൺ വേജസ്, ഇൻഡസ്ട്രിയൽ, ഇതിനകത്ത് റിലേഷൻസ് കോഡ് പറയുന്നുണ്ട്. പിന്നെ പേപ്പറിൽ പറയുന്ന വേറെ കോഡാണ് കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി, ഓക്യുപ്പേഷണൽ സേഫ്റ്റി, ഹെൽത്ത്, ഇങ്ങനത്തെ കുറേ കോഡുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ കോഡുകളെല്ലാം, ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം, ലേബർ എന്ന് പറയുന്ന കാര്യം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ സെൻട്രൽ ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നുണ്ട്. ഈ ലേബർ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് കൺകറന്റ് ലിസ്റ്റിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതുകൊണ്ട് തന്നെ ഇതിൽ സെൻട്രലിനും സ്റ്റേറ്റിനും രണ്ടുപേർക്കും ഇതിൽ പ്രധാനമായിട്ട് തീരുമാനങ്ങൾ എടുക്കാം. അപ്പോൾ ഈ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഇതിൽ എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം, സെൻട്രലിനും സ്റ്റേറ്റിനും ഇതിൽ തീരുമാനങ്ങൾ എടുക്കാം. ഇതിൽ കുറേ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ ഇപ്പോഴും ഈ ലേബർ കോഡിനെ കുറിച്ചിട്ട് വേണ്ടത്ര നിയമങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഡ്രാഫ്റ്റ് റൂളുകളോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതൊരു വീഴ്ചയല്ലേ. സ്റ്റേറ്റ് ഗവൺമെന്റും കൂടെ നന്നായിട്ട് വന്നാൽ മാത്രമേ ഇത് നമുക്ക് നടപ്പിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് പല സ്റ്റേറ്റ്സും ഇത് വേണ്ടത്ര തീരുമാനങ്ങൾ എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് മൊത്തത്തിൽ ഇതിന്റെ നടപ്പാക്കൽ വൈകി വരികയാണ്. അപ്പോൾ ഇതാണ് ഇവിടെ പ്രധാനപ്പെട്ട പറയേണ്ട.
കോഡുകൾ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. സോ പ്ലീസ് ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. ഡ്രാഫ്റ്റ് റൂൾ ഓൺ 5 states have not released industrial relations code, social security code, occupational safety, health and working conditions code. ഇതെല്ലാം പാസ് ചെയ്ത കോഡുകളാണ്. ഇത് കൺകറന്റ് ലിസ്റ്റിൽ ഓൾറെഡി പറയുന്നുണ്ട്. സോ ഇത്രയും സ്റ്റേറ്റുകൾ ഇത് പാലിച്ചിട്ടില്ല എന്നാണ്. ഓക്കെ, ആൻഡ് ഇത് പ്രധാനപ്പെട്ട ഇന്ത്യ എംപ്ലോയ്മെന്റ് റിപ്പോർട്ട് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ആൻഡ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, ILOയുടെ പ്രധാനപ്പെട്ട ഒരു ഇതും കൂടെ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. സോ ടേക്ക് എ ലുക്ക് അറ്റ് ദാറ്റ്. പരീക്ഷയ്ക്ക് റിപ്പോർട്ടുകൾ ചോദിക്കുന്നതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഇതും കൂടെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ദ എംപ്ലോയ്മെന്റ് റിപ്പോർട്ട് 2024, അതാണ് ഇതിന്റെ പേര്. എംപ്ലോയ്മെന്റ് റിപ്പോർട്ട് 2024 ഇറക്കിയിരിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ആൻഡ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ആണ്. രണ്ടുപേരാണെങ്കിലും ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ILO അവിടെ ഉണ്ട്. അപ്പൊ ഈ റിപ്പോർട്ട് ഓർത്ത് വെക്കുക. എംപ്ലോയ്മെന്റ് റിപ്പോർട്ട് ILOന്റെയും കൂടെ ആണ് എന്ന് ഓർത്ത് വെക്കുക. ILO's ഗ്ലോബൽ റിപ്പോർട്ട്സ് ട്രെൻഡ് ഫോർ യൂത്ത് 2022, ഇതും റിപ്പോർട്ടാണ്. ഗ്ലോബൽ റിപ്പോർട്ട്സ് ട്രെൻഡ് ഫോർ യൂത്ത്. ഇതൊക്കെ സിവിൽ സർവീസിന് ചോദിക്കാം. ഈ റിപ്പോർട്ട് ആരാ ഇറക്കുന്നത്? ഈ പറഞ്ഞ വേൾഡ് ബാങ്ക്, IMF, യൂണിസെഫ്, അതേപോലെ ILO എന്ന് തന്നു കഴിഞ്ഞാൽ ഗ്ലോബൽ റിപ്പോർട്ട് ട്രെൻഡ്സ് ഫോർ യൂത്ത് എന്ന് പറഞ്ഞ റിപ്പോർട്ട് തന്നെ നമുക്കറിയാം ILO ആണ് ഇതിന്റെ ആൻസർ. അതേപോലെ എംപ്ലോയ്മെന്റ് റിപ്പോർട്ട് 24, ഇതെല്ലാം ILO ഇറക്കുന്ന റിപ്പോർട്ടുകളാണ്. സോ പ്ലീസ് റിമെമ്പർ, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇത്തരം ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വരാം. ബി പ്രിപ്പയർഡ് ഓൺ ദാറ്റ്. അതാണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറയുന്നത് CAQM. ഇത് നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ട് ബന്ധപ്പെട്ട, നമ്മുടെ ഡൽഹിയിൽ എയർ പൊല്യൂഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമുക്ക് ഓൾറെഡി അറിയാം CAQM എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഉണ്ട്, ഒരു കമ്മീഷൻ ഓൺ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് എന്നൊരു ബോഡി ഉണ്ട്. ഈ കമ്മീഷനാണ് പ്രധാനപ്പെട്ട അതിന്റെ ഭാഗമായിട്ട് ഇറക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ടിവിറ്റിയാണ് ഗ്രാപ്പ് എന്ന് പറയുന്നത്. ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്ന ഒരു പ്ലാൻ ഉണ്ട്. ഇതിൽ പല വകഭേദങ്ങളുണ്ട്. ഗ്രാപ്പ് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. ഈ ഡൽഹിയിലെ പൊല്യൂഷൻ നമ്മൾ എയർ ക്വാളിറ്റി ഇൻഡെക്സ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പല കാറ്റഗറി, 200 മുതൽ 300, അതേപോലെ 300 മുതൽ 400, 400 മുതൽ 450, 450 മുതൽ മുകളിലേക്ക്, അങ്ങനെ പല കാറ്റഗറിയിൽ പുവർ, വെരി പുവർ, സിവിയർ പ്ലസ് എന്നൊക്കെയുള്ള കാറ്റഗറി കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഡൽഹിയിലത്തെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് വളരെ മോശമാണ്. അപ്പോൾ സുപ്രീം കോടതി ഉൾപ്പെടെ എല്ലാവരും പറയുന്നുണ്ട് നമുക്ക് ഗ്രാപ്പ് 4 വേണം. ഗ്രാപ്പ് 4 ആണ് നമ്മൾ നടപ്പിലാക്കേണ്ടത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാം നിർത്തും. പ്ലാന്റ് ഉണ്ടാവില്ല, ഡീസൽ എഞ്ചിൻ, അവിടുത്തെ കൺസ്ട്രക്ഷൻ സൈറ്റ്സ്, പല ചെക്ക് പോയിന്റിൽ നിന്ന് വരുന്ന വണ്ടികൾ, ട്രക്കുകൾ, ഡീസൽ എല്ലാം നിർത്തലാക്കുന്നത് മാത്രമല്ല സ്കൂള്, കോളേജ് ഒക്കെ അടയ്ക്കും. എല്ലാം അടച്ച് ഒരു പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവം പോലും ഉണ്ടാവില്ല. അപ്പോൾ ഡൽഹിക്ക് ഇപ്പോൾ ഗ്രാപ്പ് 4ന്റെ സമയമായി എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അതിലൊരു പ്രധാനപ്പെട്ട ചലഞ്ചും കൂടെ അവർ പറയുന്നുണ്ട്. ഇത് ഗ്രാപ്പ് 4 വന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു ചലഞ്ച് അവർ പറയുന്നത്, സ്കൂൾ അടയ്ക്കുമ്പോൾ കുട്ടികളെ എഫക്റ്റ് ചെയ്യും. കാരണം സ്കൂളുകളിൽ ഇപ്പോൾ മിഡ് ഡേ മീൽ സ്കീം തുടങ്ങിയിട്ടുണ്ട്, കുട്ടികൾക്ക് ഉച്ച ഭക്ഷണം കൊടുക്കുന്നത്. അപ്പോൾ ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തന്നെ ഒരുപാട് കുട്ടികൾക്ക് മാൽനറിഷ്മെന്റ് ഉള്ളതുകൊണ്ട് സ്കൂളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഭക്ഷണത്തിന്. സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ ഓൺലൈൻ ക്ലാസ് നടക്കാം. ഈ ഓൺലൈൻ ക്ലാസ്സിന്റെ സാധ്യതയും ഇവർ ചോദ്യം ചെയ്യുന്നുണ്ട്. ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. മിഡ് ഡേ മീൽ സ്കീം കിട്ടുന്നില്ല, കുട്ടികൾക്ക് ഭക്ഷണവും കിട്ടില്ല. അപ്പോൾ ഈ ഗ്രാപ്പ് 4 വന്നു കഴിഞ്ഞാൽ ഇതിന് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. മെയിൻസ് ഒക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഈ പോയിന്റ്സ് എവിടെയെങ്കിലും നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. ഓക്കെ, സോ ഇതിൽ പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ, പൊല്യൂഷൻ എങ്ങനെയെങ്കിലും ചെറുതായിട്ടെങ്കിലും കുറഞ്ഞാൽ അപ്പം സ്കൂൾ തുറക്കണം. ഹൈബ്രിഡ് മോഡലിൽ പോകണമെന്നാണ് ഇവർ പറയുന്നത്. പൊല്യൂഷൻ കുറവാണെങ്കിൽ ഗ്രാപ്പ് 4 പിൻവലിച്ചാൽ സ്കൂളിൽ പോകാം, പൊല്യൂഷൻ കൂടിക്കഴിഞ്ഞാൽ സ്കൂൾ അടയ്ക്കാം. പറ്റുന്നത്രയും സ്കൂളിൽ പോകാൻ പറ്റണം എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാര്യം മനസ്സിലായി CAQM എന്താണെന്നും. ICSE എക്സാം നടക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഫെബ്രുവരി മാസത്തിൽ ICSEയുടെ എക്സാം നടക്കുന്നുണ്ട്. CISEയുടെ എക്സാം നടക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൽ പ്രധാനപ്പെട്ട മറ്റു വാർത്തകൾ. ഇനി ബിസിനസ് പേജ് നോക്കിക്കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ ഔട്ട്ലുക്ക് ബെനൈൻ. ഇത് പറയുന്ന ഒരു ആർട്ടിക്കിൾ, ഇന്ത്യൻ എക്കോണമി കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്, നമുക്ക് ഇൻഫ്ലേഷനൊക്കെ പതുക്കെ കുറയാം, ഇന്ത്യൻ എക്കോണമി കുറച്ചുകൂടെ പിക്കപ്പ് ചെയ്യുന്നതാണ് ഒരു പ്രതീക്ഷയോടെയാണ് ഈ ആർട്ടിക്കിൾ ഷെയർ ചെയ്യുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളെല്ലാം വേറെ. അദാനി പറയുന്നുണ്ട് നമുക്ക് എക്സ്റ്റേണൽ കടമൊന്നും ഇല്ലാതെയും അദാനിക്ക് സ്വന്തമായിട്ട് പോകാൻ അറിയാം. അതായത് ഇനി എന്തൊക്കെ ലോകം മൊത്തം ഞങ്ങളെ കട്ട് ഡൗൺ ചെയ്താലും ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് ഇവർ ഇതിൽ പറയുന്നത്, അദാനിയുടെ കാര്യം പറയുന്നത്. സോ ബിസിനസ്സിൽ അങ്ങനെ എക്കണോമിക്സിൽ വേറെ പ്രത്യേകിച്ച് വാർത്തകളൊന്നുമില്ല. മൂവിങ് ഓൺ ടു ദ ഇന്റർനാഷണൽ ന്യൂസ്, ഇന്റർനാഷണൽ റിലേഷൻസിൽ ഇതൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. റഷ്യൻ ക്യാപ്ചേഴ്സ് ബ്രിട്ടൻ ഫൈറ്റിംഗ് ഫോർ യുക്രൈൻ ആസ് എ ട്രൂപ്പ് അറ്റംപ്റ്റ്സ്. റഷ്യക്കാർ ഓൾറെഡി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. യുക്രൈനോട് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് യുക്രൈൻകാരൻ്റെ കൂടെ ഒരു ബ്രിട്ടീഷുകാരനെ ഇവർ അറസ്റ്റ് ചെയ്തു. സോ ദിസ് ഈസ് ഗോയിങ് ടു വേഴ്സൺ ദ UK റഷ്യ റിലേഷൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം UK റഷ്യക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നു എന്നല്ലേ. ഒരു ബ്രിട്ടീഷുകാർ അതിൽ കിട്ടിയപ്പോൾ ഡെഫിനറ്റ്ലി റഷ്യ പ്രശ്നം ഉണ്ടാക്കും. ബ്രിട്ടനെതിരെ സ്ട്രോങ് ആയിട്ട്, UKക്കെതിരെ സ്ട്രോങ് ആയിട്ടൊരു ഇഷ്യൂ ഉണ്ടാക്കും. പിന്നെ രാജ്യം മാപ്പ് സ്റ്റഡി
പ്രസിഡൻഷ്യലിൻ്റെ ഇഷ്യൂ അവിടെ നടക്കുന്നുണ്ട്. എവിടെയാണ് റൊമേനിയ എന്നുള്ളതും കൂടെ യു ഷുഡ് ഫൈൻഡ് ഇറ്റ് ഔട്ട്. നമ്മുടെ ഡ്രാക്കുളയുടെ ഫേമസ് സ്ഥലം കൂടാണ് റൊമേനിയ. എവിടെയാണ് റൊമേനിയ എന്നുള്ളത്? ആൻഡ് എ വെരി ഫേമസ് ബാർബറ ടൈലർ ബ്രാഡ്ഫോർഡ് ഡൈസ് അറ്റ് 91, ഓഥർ. സോ തായ്വാൻ US എമർജൻസി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ തായ്വാൻ എവിടെയാണെന്നുള്ള ലൊക്കേഷനും കൂടെ ഉണ്ട്. തായ്വാൻ സ്ട്രേറ്റ് ക്രൈസിസ് എന്താണെന്നും കൂടെ നമുക്ക് അറിഞ്ഞിരിക്കണം. സോ പ്ലീസ് നോ അബൌട്ട് ദി ആംഗിൾസ്. പിന്നെ 3 ഉസ്ബെക്സ് ഹെൽഡ് ഫോർ UAE മർഡർ. ഇസ്രായേൽ റബ്ബിയുടെ മർഡർ. റബ്ബി എന്ന് പറഞ്ഞാൽ അവരുടെ റിലീജിയസ് ലീഡറാണ്. UAE വെച്ചിട്ട് ഒരു റബ്ബിനെ കൊന്നു. സോ അതും പിന്നെയും എഗെയിൻ ഇസ്രായേലിൻ്റെയും UAEയുടെ റിലേഷൻഷിപ്പ് പിന്നെയും വഷളാവും. എന്തെങ്കിലും ഒരു ചെറിയ സംഭവം നടന്നു കഴിഞ്ഞാൽ അവർ ചെയ്യുന്നതായിരിക്കില്ല, പക്ഷെ ഒരു മുഴുവൻ രാജ്യത്തിനെയും അത് പ്രശ്നം ഉണ്ടാക്കും. സോ UK സീസ് ജനറേഷണൽ മിഷൻ ഓൺ ഇൻഡോ പസഫിക്. UK വളരെ ഇതായിട്ടാണ് ഇൻഡോ പസഫിക് റീജിയൻ. സോ ഇത് വേറൊന്നുമല്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയണം. ഇൻഡോ പസഫിക് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ആ റീജിയൻ ഏതാണെന്ന് നമുക്കറിയാം, ഇൻഡോ. സോ ഡെഫിനറ്റ്ലി നമ്മുടെ പസഫിക് ഓഷനിൽ ഇന്ത്യ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മുടെ ഓസ്ട്രേലിയ, ഇപ്പോഴത്തെ ന്യൂസിലാൻഡ്, കാനഡ, അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ ഈ ഇൻഡോ പസഫിക് റീജിയൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രേഡിന് മാത്രമല്ല, അത്രയും ഷിപ്സും മാരിടൈം റൂട്ടൊക്കെ പോകുന്നുണ്ട്. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് റൂട്ടാണ് ഇൻഡോ പസഫിക് റീജിയൻ. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ഓർഗനൈസേഷൻസ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ക്വാഡ്, അങ്ങനത്തെ കുറേ ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇൻഡോ പസഫിക്കിൽ നല്ല സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ അവിടെയുള്ള രാജ്യങ്ങൾക്കെല്ലാം നല്ല ബെനിഫിറ്റ് ആയിരിക്കും. പക്ഷെ അതേപോലെ തന്നെ ചലഞ്ചും അവിടെയുണ്ട്. ഇപ്പോൾ സൗത്ത് ചൈന സീയുടെ ഇഷ്യൂ പറയുന്നുണ്ട്. അപ്പോൾ ചൈനയെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. UK പറയുന്നുണ്ട്. UK ഓൾറെഡി ഇതിനകത്ത് വളരെയധികം കുറേ വർഷങ്ങളായിട്ട് തന്നെ ഇൻഡോ പസഫിക്കിൽ സമാധാനം വേണമെന്ന് വിശ്വസിക്കുന്ന രാജ്യമാണ് UK. ഇതിനകത്ത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമുണ്ട്. വളരെ ചെറുതാണെങ്കിലും ഐ ഫൗണ്ട് ഇറ്റ് സംവെയർ ദിസ്. ചൈനയ്ക്കെതിരെ UK പറയുന്ന 3 പോളിസീസ് ആണ്. ഇറ്റ്സ് കോൾഡ് 3 Cs. 3 C എന്നാണ് പറയുന്നത്. ഒന്ന് ഇതിനകത്ത് പറയുന്നുണ്ട് കോമ്പീറ്റ്, കോപ്പറേറ്റ് ആൻഡ് ചലഞ്ച്. ചൈനയോടുകൂടെ നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. വേണ്ടി വന്നാൽ ഞങ്ങൾ അവരുടെ ഡിസിഷൻസിനെ ചലഞ്ച് ചെയ്യാനും ഞങ്ങൾക്ക് പേടിയില്ല. സോ കോമ്പീറ്റ്, കോപ്പറേറ്റ് ആൻഡ് ചലഞ്ച് UK ചൈന റിലേഷനിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആൻഡ് റോയൽ നേവീസ് CSG, വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് ഈ CSG? ഇതൊരു രാജ്യത്തിൻ്റെ അല്ല, ഇതൊരു ഫോർമേഷൻ ടെക്നിക്കാണ്. കരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ് എന്നാണ് ഇതിന് പറയുന്ന പേര്. എന്താണ് ഈ കരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്? ഓർത്തു വെച്ചോ, ഇതൊരു നേവൽ ഫോർമേഷൻ ആണ്. ഇറ്റ്സ് എ നേവൽ ഫോർമേഷൻ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ്സ് എ നേവൽ ഫോർമേഷൻ സെൻറ്റേർഡ് അറൗണ്ട് എൻ എയർക്രാഫ്റ്റ്. ഒരു എയർക്രാഫ്റ്റിനെ സെൻറ്റർ ചെയ്തുകൊണ്ടുണ്ടാക്കുന്ന ഒരു ഫോർമേഷനാണ്. ഈ ഒരു എയർക്രാഫ്റ്റിനെ സെൻറ്റർ ചെയ്തുണ്ടാക്കുന്ന ഒരു ഫോർമേഷനാണ് CSG എന്ന് പറയുന്നത്, കരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ്. അത് അത് UK ഗവൺമെൻറ്റിനും ഉണ്ട്, US-നും ഉണ്ട്. UK ഓൾറെഡി അതിൻ്റെ എലിസബത്ത് എന്ന് പറയുന്നത് അതാണ് അതിൻ്റെ പേര്, അതിൻ്റെ എയർക്രാഫ്റ്റിൻ്റെ നേവൽ ഫോർമേഷൻ്റെ പേര്. സോ ഇതും ഗവൺമെൻറ് വേണമെങ്കിൽ കരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിനെ ഫോളോ ചെയ്യും. സോ ഇറ്റ്സ് എ നേവൽ ഫോർമേഷൻ സെൻറ്റേർഡ് അറൗണ്ട് എൻ എയർക്രാഫ്റ്റ്. അതാണ് കരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ് CSG എന്ന് അവിടെ പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇമ്രാൻഖാൻ്റെ സപ്പോർട്ടേഴ്സ് ഇസ്ലാമാബാദിൽ വരുന്നുണ്ട്, അദ്ദേഹത്തിനെ റിലീസ് ചെയ്യണം, ജയിലിൽ പോയി റിലീസ് ചെയ്യണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. സോ കീപ് ലിസണിങ് ടു IAS ഫാക്ടർ ആൻഡ് ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ഇന്ന് ബാക്കിയുള്ള ഇന്നത്തെ വാർത്ത ഞാൻ ഇന്ന് വൈകുന്നേരത്തിലേക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾ സമയം കിട്ടുന്നത് മുഴുവൻ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ ടേക്ക് കെയർ ആൻഡ് വിൽ സീ യു ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. അതേപോലെ തന്നെ നമ്മൾ ഒരു കാര്യം കൂടെ അനൗൺസ് ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി 2025 ബാച്ചിൻ്റെ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, കുറച്ച് മാസങ്ങളേ ഉള്ളൂ. അതിൻ്റെ ഒരു ലൈവ് നമ്മൾ റാപ്പിഡ് ബാച്ച് എന്നൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലൈവാണ്, എല്ലാ ദിവസവും നമ്മൾ ലൈവ് ക്ലാസ്സുകളാണ് 2025 സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ആരെങ്കിലും 2025 എക്സാം എഴുതാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലെറ്റ് us know. ഇന്ന് 7 മണിക്ക് എൻ്റെ ഒരു ഡെമോ ക്ലാസ് ഉണ്ട്, നമ്മുടെ ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. 2025 നിങ്ങൾക്ക് ലാസ്റ്റ് മിനിറ്റ് ഓൺലൈൻ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നേന്നെല്ലാം സ്റ്റാർട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, സോ താങ്ക് യു, സീ യു. ദിസ് ഇസ് അർജുൻ ആർ ശങ്കർ. താങ്ക് യു.